ഇതിലിപ്പോൾ എപ്പിസോഡിന് പ്രത്യേകം വെൽക്കം ഒന്നും പറയുന്നില്ല. അപ്പോൾ മാത്രമല്ല ഈ പോഡ്കാസ്റ്റിന് കുറച്ച് പ്രത്യേകത ഉണ്ട്. അതായത് ഇതിൽ ഫസ്റ്റ് വരുന്ന ഗസ്റ്റൊക്കെ ഫേസ്ബുക്ക് വഴി കണക്ട് ചെയ്താണ്. ഫേസ്ബുക്ക് അല്ലെങ്കിൽ ലിങ്ക്ഡിൻ, അതിൽ തന്നെ നമ്മുടെ കമ്മ്യൂണിറ്റി വകയിൽ കുറച്ച് പേരുണ്ട്. അതിൽ തന്നെ ഫസ്റ്റ് വന്ന അരുണും അതേപോലെ നിങ്ങളും കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ളതാണ്. ഇനി വരാൻ പോകുന്ന ആൾക്കാർ ഏകദേശം അങ്ങനെ തന്നെയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ഇന്നത്തെ ഗസ്റ്റ് സുനേഷ് ടി എസ് ആണ്. ആള് ബുസ്കർ എന്ന ഹെൽത്ത് ആൻഡ് ഹൈജീൻ സ്റ്റാർട്ടപ്പിൻ്റെ ഒരു ഫൗണ്ടറാണ്. അതേപോലെ ഒരു ബുക്കിൻ്റെ ഓതറാണ്. അതേപോലെ സെയിൽസ് ആൻഡ് മാർക്കറ്റിങ്ങിൽ ഒരുപാട് കാലത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. എനിക്ക് തോന്നുന്നത് ഒരു സ്റ്റാർട്ടപ്പ് മാത്രമല്ല, ഒരുപാട് സംരംഭങ്ങളുടെ പിറകിൽ പ്രവർത്തിച്ച ഒരാളാണ്. അപ്പോൾ വെൽക്കം ടു മൈ പോഡ്കാസ്റ്റ്. സോ ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുമോ, അതായത് നെയിം ആൻഡ് എന്തൊക്കെ ചെയ്യുന്നു? പേര് പറഞ്ഞ പോലെ തന്നെ സുനേഷ് എന്നാണ് പേര്. കോതമംഗലാണ് സ്വദേശം. ഞാൻ ഒരു 10-12 വർഷത്തെ സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗിലെ എക്സ്പീരിയൻസ് ഉണ്ട്. സ്വന്തമായിട്ട് 2 സ്റ്റാർട്ടപ്പുകളുണ്ട്. ഒന്ന് ഹെൽത്ത് ആൻഡ് ഹൈജീനിൽ പറഞ്ഞ പോലെ ബസ് കെയർ, പിന്നെ ഫർണിച്ചർ ഓൺലൈൻ പ്ലാറ്റ്ഫോം ഉണ്ട് ബസ്പിക് എന്നുള്ള പേരിൽ. അതെ, പിന്നെ രണ്ട് സംരംഭങ്ങളുള്ളത്. പിന്നെ പോയിട്ട് ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്, എൻ്റെ സന്തോഷങ്ങളുടെ താക്കോൽ എന്നാണ് പുസ്തകത്തിന്റെ പേര്. അത് കുഴപ്പമില്ലാതെ ഫ്ലിപ്കാർട്ടിലും ആമസോണിലൊക്കെ ആയിട്ട് വലിയ തെറ്റില്ലാതെ സെയിലാവുന്ന പുസ്തകമാണ്. അതായത് ചുരുക്കി പറഞ്ഞാൽ ഒരു എന്റർപ്രണർ ആണ്, അതേപോലെ ഒരു ചെറുതായിട്ടുള്ളൊരു എഴുത്തുകാരനാണ്, അതേപോലെ ഒരു സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗിൽ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ഒരു പ്രൊഫഷണലാണ്. അപ്പോൾ കുറച്ച് മൾട്ടിപ്പിൾ റോളിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. അതേപോലെ ഇപ്പോൾ അടുത്തുള്ള ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ കണ്ടപ്പോൾ എനിക്ക് തോന്നി ഒരു ഇൻഫ്ലുവൻസർ ആവാനുള്ള പ്ലാൻ ഉണ്ടോ. കാരണം ഫേസ്ബുക്കിലൊക്കെ കാര്യമാണ് കുറേ പോസ്റ്റും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. കുറച്ച് ഫണ്ണി എലമെൻ്റാണ്. എന്തായിരുന്നു അങ്ങനെ എന്തോ പ്ലാൻ? ഇൻഫ്ലുവൻസർ ആവാനുള്ള പ്ലാൻ അല്ല ശരിക്കും. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫേസ്ബുക്ക് ഞാനൊക്കെ ഒരു 2010 മുതൽ FBയിൽ ഉണ്ട്. കാരണം നമ്മൾ ആ നോക്കിയയുടെ ചെറിയ ഫോൺ ഉണ്ടായിരുന്ന ഈ സിംബിയൻ OS ഉണ്ടായിരുന്ന കാലത്തെ FBയിൽ ഒന്ന് ജസ്റ്റ് ഒരു അക്കൗണ്ട് തുടങ്ങി ഒരു 2012-13 സമയത്ത്. അന്ന് FBയിൽ ബ്ലോഗേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഈ മലയാളത്തിൽ ബ്ലോഗ് എഴുതുന്നവരുടെ ഒരു കൂട്ടായ്മ ഉണ്ടായിരുന്നു. അതായത് ഗൂഗിളിൽ തന്നെ ബ്ലോഗർ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൽ യൂസ് ചെയ്ത് ബ്ലോഗ് എഴുതുന്നവര് FBയിൽ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അത് ഈ ബ്ലോഗിങ്ങിന്റെ അവസാന ടൈമാണ്. അപ്പൊ ആ ടൈമിൽ 2 ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. മലയാളം ബ്ലോഗേഴ്സ് എന്നുള്ള പേരിൽ തന്നെ 2 ഗ്രൂപ്പ്. അതിലൊരു ഗ്രൂപ്പ് എഴുത്തിനെ സീരിയസ് ആയിട്ട് കാണുന്നവരും, ഒരു ഗ്രൂപ്പ് എഴുത്തിനെ വളരെ ലൈറ്റ് ആയിട്ട് തമാശയായിട്ട് കാണുന്ന എന്നാൽ സീരിയസ് എഴുത്തുകാരുള്ളവരുമായിട്ടുള്ള ഗ്രൂപ്പായിരുന്നു. അപ്പൊ ഇവര് മത്സരിച്ച് ആ സമയത്ത് മാഗസിനുകൾ വരെ മന്ത്ലി മാഗസിനുകൾ വരെ ഇറക്കിയിരുന്നു. ഈ ഗ്രൂപ്പിന്റെ അണ്ടറിൽ ഓൺലൈൻ മാഗസിൻസ്, ഒന്നിന്റെ പേര് ഈ മഷീൻ എന്നായിരുന്നു, മറ്റേ പേര് ഞാൻ കറക്റ്റ് ഓർക്കുന്നില്ല. പക്ഷെ ആ ടൈമില് അത് ഭയങ്കര മത്സരമായിരുന്നു. കാരണം ഇത്തവണത്തെ ഈ മാഗസിനിൽ ആരുടെയൊക്കെ രചനകൾ വരും, എന്തൊക്കെ കഥകളാണ്, എന്തൊക്കെ കവിതകളാണ്, അതിനുവേണ്ടി നമ്മൾ കാത്തിരിക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അപ്പൊ അന്ന് മുതൽ നമ്മൾ FBയിൽ പക്ഷെ നമ്മളുടെ സ്വന്തം വാളിനേക്കാൾ കൂടുതലും ഈ ഗ്രൂപ്പുകളിലായിരുന്നു. ഗ്രൂപ്പുകളിൽ തമാശ പറയുന്നു, ഗ്രൂപ്പുകളിൽ അടി ഉണ്ടാക്കുന്നു, ചർച്ചകളിൽ പങ്കെടുക്കുന്നു. അങ്ങനെ ഉണ്ടായി വന്ന ഒരു കൂട്ടായ്മ, ഒരു സൗഹൃദം, അത് ഒരു സാഹോദര്യ ബന്ധത്തിലേക്ക് വരുന്ന രീതിക്ക് നമുക്ക് അന്ന് അങ്ങനെ ആ ഗ്രൂപ്പിൽ നിന്ന് അത്ര ക്ലോസ് ഒരു സർക്കിൾ ഉണ്ടായി വന്ന് അത് ശരിക്കും നമ്മളുടെ ജ്യേഷ്ഠാനിയന്മാരെ പോലെ, കുടുംബക്കാരെ പോലെ നമുക്ക് കുറച്ചധികം ആളുകളെ നമുക്ക് അതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. 2012, 2013, 2014 ആ ഒരു ടൈമാണ്. അതായത് ആ പീക്ക് ടൈമാണ് ബ്ലോഗിങ്ങിന്റെ, അതായത് FBയുടെ വസന്തകാലം എന്നൊക്കെ പറയുന്ന ഒരു ടൈമായിരുന്നു അത്. പക്ഷെ അന്നായിരുന്നല്ലോ നമ്മളെ ഈ ഇൻഫ്ലുവൻസസ് അല്ല, ഈ അജ്മൽ ഖാൻ, അതേപോലെ അതെ അവര്, അതായത് പ്ലീസ് ലൈക്ക് മൈ ബ്രോയ്, ആ സാധനമായിരുന്നു അന്നത്തെ ഫ്രീക്കന്മാരുടെ ആ ഒരു കാലത്ത്. എന്നാൽ ഈ ഫ്രീക്കന്മാരിൽ പെടുന്നുമില്ല, എന്നാൽ വലിയ ഉള്ള ആളുകളുടെ ഒരു ഗ്രൂപ്പുകളായിരുന്നു അത്. അപ്പൊ അതിൽ നിന്ന് ഇങ്ങനെ അങ്ങനെ ചിന്തിച്ചിട്ടില്ല. അങ്ങനെ ഒരു ഗ്രൂപ്പ് നമ്മൾ ആദ്യം കാണുന്നത് ഈ മറ്റേ പ്രൊഫൈൽ പിക്ക്, അതേപോലെ മുടിയൊക്കെ ഇതായിട്ടുള്ള പിക്കിട. ഞാനൊന്നും അതിലില്ല, എന്നാലും അങ്ങനെയൊക്കെ അന്ന് കാണാറുള്ളൂ. അപ്പൊ അന്നൊക്കെ ഈ സംഭവങ്ങളുണ്ട്. അപ്പൊ ആ ടൈമിൽ അത് ചെയ്തുകൊണ്ടിരുന്നവരുടെ ഗ്രൂപ്പിൽ നിന്നാണ് ഈ പറയുന്ന പോലെ FBയിൽ നമ്മൾ ആക്റ്റീവ് ആവുന്നത്. എഴുത്തും ബ്ലോഗിലുണ്ട് സജീവമാവുന്നത്. നമ്മളുടെ വാളിൽ പോസ്റ്റ് ചെയ്യണേലും കൂടുതൽ ബ്ലോഗിലായിരുന്നു പോസ്റ്റ് ചെയ്തോണ്ടിരുന്നത്. ബ്ലോഗ് ഇപ്പൊ യൂസ് ചെയ്യുന്നുണ്ട്, പക്ഷെ ഇപ്പൊ എല്ലാം വീഡിയോയുടെയും റീൽസിന്റെ കാലമല്ല. ഇപ്പൊ വിഷ്വൽ ആളുകൾക്ക് ടൈമില്ല. ഇത് ഇത്രയും ഒരു 10 പേജ് വായിക്കണതിന്റെ പാടില്ല, ഒരു വീഡിയോ 2-3 മിനിറ്റിൽ കാര്യം പറയാനുള്ള ഇതുള്ളപ്പോ
പക്ഷെ ഇപ്പൊ എനിക്ക് തോന്നുന്നത് എഫ് ബിയിൽ ഡോളർ അനൗൺസ് ചെയ്തതിന് കിട്ടുന്നുണ്ട്. അല്ല എനിക്ക് കിട്ടില്ല, അനൗൺസ് ചെയ്തതിന് ശേഷം ജെൻസി മുതൽ ആൽഫ വരെ അതെ. കറങ്ങുന്നുണ്ട് എന്നുള്ളൊരു അതെ. അപ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മോണിറ്റൈസേഷൻ എനിക്ക് ഓൺ ആയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോ 3-4 ദിവസം മുന്നെയാണ് എനിക്ക് മോണിറ്റൈസേഷൻ, കണ്ടന്റിന് മോണിറ്റൈസേഷൻ ഓൺ ആയിട്ടുണ്ട്. ഉണ്ടായിട്ടുണ്ട്. അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ സുക്കർ ഓരോ ദിവസവും ഓരോ ടാസ്ക് തന്നോണ്ടിരിക്കും. ഓക്കെ, അപ്പൊ അത് ചെയ്യാൻ ഡോളർ കിട്ടുമോ? ഡോളർ കിട്ടി തുടങ്ങി. ആണോ? അത് പേഔട്ടിലേക്ക് വന്നിട്ടില്ല, പക്ഷെ അവരുടെ ഇതില് കാണുന്നുണ്ട്. അതായത് അപ്പോ ഡാഷ്ബോർഡിൽ ഡാഷ്ബോർഡിൽ കാണുന്നുണ്ട്. നമ്മള് അവർ പറയുന്ന ടാസ്കിൽ ഫോട്ടോ പോസ്റ്റ് ചെയ്യാൻ, സ്റ്റോറി പോസ്റ്റ് ചെയ്യാൻ, എന്തെങ്കിലും ഒരു റൈറ്റപ്പ് എഴുതാൻ. അപ്പൊ അങ്ങനെ ഇപ്പൊ ഞാൻ ഏതാണ്ട് ഒരു 2-3 മാസത്തിൽ താഴെ ആയിട്ടുള്ളൂ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ കൂടുതൽ വാളിൽ പോസ്റ്റ് ചെയ്ത് തുടങ്ങിയിട്ട്, കുറച്ചുകൂടി ആക്റ്റീവ് ആക്റ്റീവ് ആകാൻ തുടങ്ങിയിട്ട്. അപ്പൊ പഴയ കൂട്ടുകാരുടെ ഫണ്ണി ആയിട്ടുള്ള കഥകൾ കാര്യങ്ങളൊക്കെയാണ് എഴുതി പോകുന്നത്. അതായത് ജസ്റ്റ് ചോദിച്ചതാണ്, ഫേസ്ബുക്കിൽ കുറച്ചും കൂടി ആക്റ്റീവ് ആണല്ലോ, അങ്ങനെ ചോദിച്ചതാണ്. അതേപോലെ ഇപ്പോൾ സോഷ്യൽ മീഡിയ എടുത്തു നോക്കുകയാണെങ്കിൽ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, ലിങ്ക്ഡിന്, അതേപോലെ യൂട്യൂബ് ഒരുപാടുണ്ട്. അതെ. ഇതിലിപ്പോൾ ഫേസ്ബുക്കിൽ ഞാൻ പറഞ്ഞല്ലോ ഈ ഉള്ള പൊതുവേ ഉള്ള ഒരു ചീത്തപ്പേര് അമ്മാവന്മാർ, ആ രീതിയിലാണ് സംസാരിക്കുക. അപ്പോൾ എന്നാലും ഒരുപാട് ആൾക്കാർ അതിൽ ആക്റ്റീവാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഒരു എൻ്റർപ്രണർ എന്നുള്ള രീതിയിൽ ഫേസ്ബുക്കിലുള്ള ആൾക്കാരെ അപ്രോച്ച് ചെയ്യുന്നത് കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. അതായത് നമ്മളിപ്പോൾ ഒരു ഏജ് ഗ്യാപ്പ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരുപാട് സ്ഥാപനങ്ങളൊക്കെ റൺ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഇപ്പോഴും ഫേസ്ബുക്കിലായിരിക്കും കുറച്ചും കൂടി ആക്റ്റീവായിട്ടുണ്ടാവുക. ഇവരൊന്നും കൂടുതൽ വിഷ്വൽ കണ്ടൻറ്റും കാര്യങ്ങളൊന്നും ചെയ്തിട്ട് ഇൻസ്റ്റാഗ്രാമിലൊന്നും അധികം ഉണ്ടാവില്ല, ആക്റ്റീവായിരിക്കില്ല എന്ന് എനിക്ക് തോന്നുന്നു. അപ്പം അങ്ങനത്തെ കുറച്ച് ആൾക്കാരെ കണക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആർക്ക് ഫേസ്ബുക്ക് ആയിരിക്കില്ലേ കുറച്ചും കൂടി ബെറ്റർ? എനിക്കും അങ്ങനെ തോന്നുന്നു, ഫേസ്ബുക്ക് ആയിരിക്കും ബെറ്റർ എന്ന്. കാരണം ഒരു എന്താ പറയാ, ന്യൂജൻ എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടല്ലോ, ഇപ്പൊ ഈ ജെൻസി ആൽഫ സംഗതി, ഈ 90s കിഡ്സിന്റെ അവസാനം മില്ലേനിയം കിഡ്സ് എന്ന് പറയുന്നവരാണ് ഈ റീൽസ് അല്ലെങ്കിൽ ഇൻസ്റ്റയില് ആക്റ്റീവായിട്ട് ഏറ്റവും കൂടുതൽ ഉള്ളത്. നല്ല രീതിയിൽ ഈ പറയുന്ന 90s കിഡ്സ് എന്ന് പറയുന്ന ഇപ്പൊ 90s അമ്മമാരായിട്ടുണ്ട്, 10-30 വയസ്സിന് മേലായിട്ടുണ്ടല്ലോ എല്ലാവർക്കും. അതേപോലെ 80s ആണെങ്കിലും അവരൊക്കെ FB തന്നെയാണ് ആക്റ്റീവ്. പിന്നെ എനിക്ക് തോന്നുന്നു പഴയ തലമുറയ്ക്ക് ഈ കഥ വായിച്ചും പുസ്തകം വായിച്ചൊക്കെയുള്ള അവർക്ക് എന്തെങ്കിലുമൊക്കെ എഴുതാനൊക്കെ ഉള്ള ഒരു പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ഇൻസ്റ്റനേക്കാളും കൂടുതൽ വ്യൂ കിട്ടുന്ന അല്ലെങ്കിൽ കൂടുതൽ എന്താ പറയാ റിയാക്ഷൻസ് അല്ലെങ്കിൽ കൂടുതൽ കമന്റ്സ് വരുന്നത് FB തന്നെയാണ്. ഞാൻ പറയാനിരിക്കുന്നത്, അതായത് നിങ്ങളിപ്പോൾ എന്തായാലും ചെറുതായിട്ട് എഴുതുന്നതാണല്ലോ, അപ്പോൾ ഒരു വിഷ്വൽ കണ്ടന്റും അതേപോലെ 2 ടൈപ്പ് ആക്കി മാറ്റാം. അതായത് ഒന്ന് വിഷ്വൽ കണ്ടന്റ്, അതായത് വീഡിയോ അല്ലെങ്കിൽ ഇമേജസ്, അതൊന്ന്. അതേപോലെ എഴുത്ത് എന്ന് പറഞ്ഞാൽ റൈറ്റിങ്സ് ഒറ്റ ടൈപ്പാണെന്നല്ലേ ഉള്ളൂ. അപ്പോൾ ആ 2 ടൈപ്പ് കണ്ടന്റ്, അതിൽ കൂടുതൽ ഈ ടെക്സ്റ്റ് ടൈപ്പ് കണ്ടന്റ് പ്രൊമോട്ട് ചെയ്യുന്നത് ഒന്ന് ഫേസ്ബുക്കും ഒന്ന് ലിങ്ക്ഡിനുമാണ്. അപ്പോൾ ഈ 2 ടൈപ്പ് കണ്ടന്റിൽ നിങ്ങൾ കുറച്ചും കൂടി കൂടുതൽ പ്രിഫർ ചെയ്യുന്നതാ? നിങ്ങളൊരു എഴുത്തുകാരനായതുകൊണ്ട് മാത്രം പറയരുത്. അല്ല, ശരിക്കും നമുക്കും റീൽസ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ ഈ പറയണ പോലെ അതിലേക്ക് ഇറങ്ങി എന്താവും, നമുക്ക് നമ്മുടെ മുഖം തന്നെ കാണുമ്പോൾ ഉള്ള ഒരു ചളിപ്പ ജാള്യത, അതുകൊണ്ടാണ് അതിലേക്ക് ഇറങ്ങാത്ത. വിഷ്വൽ നമ്മളെ തന്നെ. അല്ലെങ്കിൽ ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങൾക്ക് കുറച്ചും കൂടി ഈ ബെറ്റർ ആയിട്ട് അല്ലെങ്കിൽ നമ്മളെ തലമുറ കൂടുതൽ ഫോക്കസ് ചെയ്തത് മറ്റേ കഥ ബുക്ക് വായന. അതായത് ഇന്നത്തെ കുട്ടികൾ റീൽസ് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ചെയ്തത് എന്താ, കഥ ബുക്ക് മറ്റേ പുസ്തകങ്ങളൊക്കെ വായിച്ചു, അതാണല്ലോ. അപ്പം അങ്ങനെ വളർന്നു വന്നതുകൊണ്ട് കുറച്ചും കൂടി ഈ ടൈപ്പ് കണ്ടന്റിനോട്, അതായത് വായിച്ചിട്ട് അറിവ് നേടുക അല്ലെങ്കിൽ വായിച്ചിട്ട് എന്ത് ചെയ്യുക, കുറച്ചും കൂടി കാര്യങ്ങൾ പഠിക്കുക എന്നുള്ളതിനോട് കുറച്ചും കൂടി ഇൻട്രസ്റ്റ് ഉണ്ടോ? അതിനോടാണ് ഇൻട്രസ്റ്റ്. പക്ഷെ ഈ പറയുന്ന പോലെ കാലം മാറുന്നതനുസരിച്ച്, കാലത്തിനനുസരിച്ച് നമ്മൾ മാറിയില്ലെങ്കിൽ നമ്മൾ ഔട്ടായി പോകും. അത് മറക്കാൻ പാടില്ല. അതെ. അപ്പോൾ നമ്മളിപ്പോൾ FBയിൽ നമുക്ക് ഇപ്പോൾ എന്താ പറയുക, ഒരു പോസ്റ്റ് ഇട്ടാൽ 50, 100, 150 ലൈക്ക് കിട്ടുന്നിടത്ത് അത് ഇൻസ്റ്റയിൽ ഒരു റീലാണെങ്കിൽ ചിലപ്പോൾ തൗസൻഡ്സ് ഓഫ് വ്യൂസ് ആയിരിക്കും. അത് മില്യൺസ് കയറാം, ബില്യൺസ് കയറാം. പിന്നെ ഈ പറയുന്ന പോലെ സ്ക്രോൾ ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് ഒരു ആളുകളെ പിടിച്ചിരുത്താൻ പറ്റുന്ന എന്തെങ്കിലും സാധനം ഉണ്ടെങ്കിൽ, ഞാനിപ്പോൾ ഈ കഥ, ഇപ്പൊ നമ്മൾ ഈ പോഡ്കാസ്റ്റ്, നമ്മളിത് ആളുകൾക്ക് ഇത് കാണാൻ ചിലപ്പോൾ താല്പര്യം ഉണ്ടാവും. അതേസമയം നമ്മൾ ഈ ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട് FBയിൽ പോസ്റ്റ് ചെയ്താൽ ഇവൻ എന്താ എഴുതിയിട്ടേക്കുന്നു തള്ളിക്കളയാനേ സാധ്യതയുള്ളൂ. രണ്ടിന്റെ വ്യത്യാസങ്ങളുണ്ട്. അതായത് ഒരു എന്റർപ്രണർ ആണല്ലോ, അപ്പോൾ ഈ നിങ്ങളിപ്പോൾ സ്റ്റാർട്ട് ചെയ്ത ബ്രാൻഡ്, ഇപ്പോൾ ബിസ്കർ ആയിക്കോട്ടെ, ബിസ്കർ മാത്രമല്ല ബെസ്പിക്ക്, അപ്പോൾ 2 സംരംഭങ്ങളുടെ പിന്നണിയിൽ പ്രവർത്തിക്കുന്ന ആളാണ്. അപ്പോൾ ഈ 2 സംരംഭങ്ങൾ നിങ്ങളെ തുടങ്ങുന്ന സമയത്ത് ഈ ഒരു ഫീൽഡുമായിട്ട് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടായിരുന്നു, എന്തെങ്കിലും ഈ ഒരു മേഖലയായിട്ട്? അതായത് ഞാൻ ഫസ്റ്റ് തുടങ്ങുന്നത് ബസ്പിക്കാണ്. ബസ്പിക്ക് എന്ന് പറയുന്നത് ഒരു ഓൺലൈൻ എന്താ പറയാ, ഓൺലൈൻ ഫർണിച്ചർ റീറ്റെയിലർ പ്ലാറ്റ്ഫോമാണ്. ഓക്കെ, ഓൺലൈൻ ഫർണിച്ചർ സ്റ്റോർ. ഓക്കെ. അതെ. ആ സമയത്ത്, അതായത് 2017 നമ്മൾ ബസ്പിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്.
ആ ടൈമിൽ ഇന്ത്യയിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും മെയിനായിട്ട് നിന്നിരുന്ന 2 ഫർണിച്ചർ സ്റ്റോർ ഓൺലൈനിൽ ഉണ്ടായിരുന്നത്, ഒന്ന് അർബൻ ലാഡറും പിന്നെ പെപ്പർ ഫ്രൈ ആണ്. എത്രയിലായിരുന്നു? 2017. 2017. ഓക്കെ. അപ്പോൾ ആ സമയത്ത് കേരള ബേസ്ഡ് ഓൺലൈൻ ഫർണിച്ചർ സ്റ്റോറുകളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു ഫസ്റ്റ് കേരളത്തിൽ നിന്നുള്ള ഫസ്റ്റ് ഫർണിച്ചർ സ്റ്റോർ നമ്മുടേതാണ്. ഓക്കെ. അതായത് ഫർണിച്ചർ സ്റ്റോർ ആണ് നിങ്ങൾ ഫസ്റ്റ് തുടങ്ങിയ സംരംഭം. അതെ. അപ്പൊ അതിന്റെ മുന്നേ നിങ്ങൾ ആ ഒരു മേഖലയില്? യെസ്, ഞാൻ 2015 മുതൽ 2012 ഞാൻ ഡിഗ്രി കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഒരു 2 വർഷം സെയിൽസ് ആൻഡ് മാർക്കറ്റിങ്ങിൽ വർക്ക് ചെയ്തു. ഓക്കെ. അത് കഴിഞ്ഞിട്ട് ഞാൻ PG ചെയ്തു. PG ചെയ്തിട്ട് തൊട്ടുപിറകെ ഒരു ഫർണിച്ചർ ബേസ്ഡ് കമ്പനിയിൽ സെയിൽസ് ആൻഡ് മാർക്കറ്റിങ്ങിൽ ഏതാണ്ട് 2-2.5 വർഷത്തോളം വർക്ക് ചെയ്തു. അപ്പോൾ ആ വർക്ക് ചെയ്യുന്ന ടൈമിലാണ് നമ്മൾ ഇതിനെപ്പറ്റി കൂടുതൽ പഠിക്കുമ്പോഴാണ് നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു സാധനം ഓൺലൈനിൽ ഇല്ലല്ലോ. ആളുകൾക്ക് ഫർണിച്ചർ വാങ്ങണമെങ്കിൽ സാധാരണ ഷോപ്പുകളെ പോയി വിസിറ്റ് ചെയ്ത് സാധനം വാങ്ങുക എന്നുള്ള ഒരു കൺസെപ്റ്റ് ആണോ നിലവിലുള്ളത് എന്ന് തോന്നി. അപ്പോൾ ഇതിനൊരു സാധ്യത ഉണ്ടല്ലോ എന്ന് കണ്ടിട്ടാണ് നമ്മൾ ഓൺലൈൻ ഫർണിച്ചർ സ്റ്റോർ എന്നുള്ള ഒരു ഐഡിയയിലേക്ക് വന്ന് ഓൺലൈനിൽ ഫർണിച്ചർ ഇത് തുടങ്ങുന്നത്. അപ്പോൾ തുടക്കകാലത്തൊന്നും നമുക്ക് ബിസിനസ് ഉണ്ടാവുന്നില്ല. നമ്മളത് എന്താ പറയുക, അന്ന് FB ആണ്, ഇൻസ്റ്റ അത്ര ഇതായിട്ടില്ല. മാർക്കറ്റിംഗ് എന്ന് പറയുന്ന FBയിൽ നമ്മളുടെ പോസ്റ്റുകളൊക്കെ വഴി തന്നെയാണ്. അപ്പോൾ നമ്മൾ ആ സമയത്ത് നമ്മളും ഈ ജോലി ചെയ്യുന്നുണ്ട് ആ സമയത്ത്. സൈഡായിട്ട് ചെയ്യുന്നതാണ് അതെ ഇത്. അപ്പോൾ ഇത് നമുക്ക് ശരിക്കും ഇത് ഫോക്കസ് ചെയ്യാനുള്ള ഒരു ടൈം ഇല്ല ശരിക്കും. അപ്പോൾ ആ സമയത്താണ് എൻ്റെ ഒരു ഫ്രണ്ട്, ആള് ഇതിന്റെ സോഷ്യൽ മീഡിയ പേജുകൾ മാനേജ് ചെയ്യാന്ന് പറഞ്ഞിട്ടാണ് ആള് നമ്മുടെ കൂടെ വരുന്നത്. അതായത് ബസ്പിക്കിന്റെ സോഷ്യൽ മീഡിയ നമ്മളുടെ ഫ്രണ്ട് സർക്കിളുകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഇങ്ങനെ ഒരു ഫർണിച്ചർ സ്റ്റോർ ഉണ്ട്, അത് ഓൺലൈനിലാണ് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിൽ പ്രോഡക്ട്സ് ആഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ ഈ ഫ്രണ്ട് എന്റെ കൂടെ വരുന്നു, ഫ്രണ്ട് പറയുന്നു ഇങ്ങനെ പറഞ്ഞ് നമ്മളതിൽ എന്താ പറയാ, ആള് ഇനിഷ്യേറ്റീവ് എടുത്ത് ഇതിന്റെ സോഷ്യൽ മീഡിയ പേജുകൾ തുടങ്ങി. അതിൽ പോസ്റ്റ് മാർക്കറ്റിംഗ് സൈഡ് ആള് നോക്കി തുടങ്ങി. ഇപ്പൊ നോക്കി തുടങ്ങി ആളുടേതായ വഴിക്ക് മാർക്കറ്റ് ചെയ്ത് ബിസിനസ് വന്നു തുടങ്ങി. ഇപ്പൊ ബിസിനസ് വന്നു തുടങ്ങിയപ്പോൾ ഞാൻ ആളോട് ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ നിനക്കും ഇതിനകത്തൊരു പാർട്ട്ണറായിട്ട് കൂടിക്കൂടെ? മറ്റേതെന്ന് വെച്ച് കഴിഞ്ഞാൽ വെറുതെ അവന്റെ ഒരു ടൈം പാസിന് ചെയ്യുന്നതിന് പകരം അവനും ഇതിനൊരു പ്രൊഫഷണൽ രീതിയിൽ തന്നെ അപ്രോച്ച് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പൊ അങ്ങനെ ആളെ പാർട്ട്ണറായിട്ട് കൂട്ടി ആളിത് കൂടുതൽ ഫോക്കസ് ചെയ്യാൻ തുടങ്ങി. കാരണം എനിക്ക് എന്തായാലും ജോലി വിട്ടുകളയാൻ പറ്റില്ല. ഒരു പ്രൈമറി ജോലി ഉണ്ട്, അത് ടൈം ഉണ്ടാവില്ല. അപ്പൊ നമ്മളുടെ ഒരു ഡീലറെ ഡീൽ ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് പാർട്ട്ണർ ആണെങ്കിലും ഈ ബിസിനസ്സിനെ വേറൊരു ആളായിട്ട് തന്നെ കണ്ട് ഡീൽ ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ നമ്മള് ഫർണിച്ചർ ബിസിനസ് തുടങ്ങി. അത്യാവശ്യം നല്ല രീതിക്ക് ഒരു 2017 തുടങ്ങിയിട്ട് ഇപ്പോഴും നന്നായിട്ട് പോകുന്ന ഒരു സംഗതിയാണ്. അത് ഓൺലൈനിലും ഉണ്ട്, ഓഫ്ലൈനിൽ നമുക്ക് ഡിസ്പ്ലേ ഷോറൂം ഒന്നായിട്ടില്ലെങ്കിൽ പോലും നമുക്ക് അത്യാവശ്യം ആളുകളെ ഓൺലൈനിൽ തന്നെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതേപോലെ രണ്ടാമത്തെ ഒരു സംരംഭം എന്ന് പറയുന്നത് ബസ് എന്ന് പറയുന്നത് എന്തെങ്കിലും, അതായത് ബസ് എന്ന് പറയുന്നത് നമ്മളിപ്പോ ഞാൻ ഈ തുടങ്ങിയ ബസ് പിക്ക് എന്ന് പറയുന്ന ഫർണിച്ചറാണ്. ബസ് കെയർ നമ്മളെ ഹെൽത്ത് ആൻഡ് ഹൈജീനിൽ രണ്ടാമത് തുടങ്ങിയ സ്റ്റാർട്ടപ്പാണ്. ഇത് കഴിഞ്ഞിട്ട് ഞാൻ ബസ് പെറ്റ്സ്, അതേപോലെ ബസ് ഫാം എന്ന് പറഞ്ഞിട്ട് 3-4 സംഗതികൾ വേറെ തുടങ്ങി. പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ ചോദ്യത്തിന് ഉത്തരം പറയാൻ ഉദ്ദേശിക്കുന്നത് ചിലപ്പോൾ ഒരു 2-3 കൊല്ലം കഴിയുമ്പോൾ അഷ്ക് വീണ്ടും എന്നെ ഗസ്റ്റായിട്ട് വിളിക്കുന്ന ഒരു കാലത്ത് ഞാൻ ഇതൊക്കെ സക്സസ്ഫുൾ ആയിട്ട് നിൽക്കുന്ന ഒരു ബിസിനസ് ആയിട്ട് നിൽക്കുന്ന ടൈമിൽ ഞാൻ ഇതിനൊരു കഥ പറയും. ഇതിന്റെ ബാക്കിൽ ഈ പേരിങ്ങനെ ഇടാനൊരു കഥയുണ്ട്. ഇപ്പൊ ഞാനൊരു കഥ പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം നമ്മൾ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു എന്റർപ്രണറാണ്. അതായത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു പീക്ക് ടൈമിൽ എത്തുമ്പോൾ അതിന്റെ സ്റ്റോറി തീർച്ചയായിട്ടും അങ്ങനെ സംഭവിക്കട്ടെ. താങ്ക് യു. അപ്പൊ ബസിന്റെ കഥ അവിടെ കേട്ടെ. ബസ്കാരന്റെ നിങ്ങളെ ലാസ്റ്റ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്? ഞാൻ MSW ആയിരുന്നു, PG MSW ആയിരുന്നു ചെയ്തത്, മാസ്റ്റർ ഓഫ് സോഷ്യൽ വർക്ക്. അപ്പോൾ ആ ടൈമിലാണ് ഞാൻ ഈ പീരിയഡ് കെയർ കാര്യങ്ങളെ പറ്റിയൊക്കെയുള്ള കൂടുതൽ പഠിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് ഞാൻ ഒരാളുടെ കഥ, അതായത് പാഡ്മാൻ എന്ന് പറയുന്ന അരുണാചലം മുരുകാനന്ദൻ, തമിഴ്നാട് ബേസ്ഡ് ആയിട്ടുള്ള ഒരു മനുഷ്യൻ, അയാളുടെ വൈഫ് ഈ പീരിയഡ് ടൈമിൽ എന്താ പറയാ, പാഡ്സ് ഉപയോഗിക്കാൻ സാമ്പത്തിക ഇത് സെറ്റ് അല്ലാത്തത് കൊണ്ട്, അഫോർഡ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് തുണികൾ ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു ഏറ്റവും താഴ്ന്ന ലെവലിലുള്ള ഒരു ഗ്രാമീണ പശ്ചാത്തലത്തിലുള്ള ഒരു ഫാമിലി ആയിരുന്നു ആളുടെ. ഇത് ഏതെങ്കിലും
പുസ്തകത്തിലോ അങ്ങനെ എന്തെങ്കിലും ഇത് പാട്ട്മാൻ എന്ന് പറഞ്ഞ പിന്നീട് അക്ഷയ് കുമാറിനെ വെച്ച് സിനിമയായിട്ടുണ്ട്. ആണോ? അതെ. ഓക്കെ. അപ്പോൾ ആളുടെ കഥ, പക്ഷെ അത് സിനിമ ഇറങ്ങിയത് എനിക്ക് തോന്നുന്നു 2022-23 ആ ടൈമിൽ എന്തോ ആണ്. ആണോ? ഇത് ഞാനിത് വായിക്കുന്നത് 2014 14 PG ചെയ്യുന്ന ടൈമിലാണ്. അപ്പോൾ ഞാൻ അയാളെ പറ്റി കൂടുതൽ പഠിക്കുമ്പോൾ ഇയാൾ സ്വന്തമായിട്ട് പാട്, അതായത് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ പാട് അയാളുടെ ഗ്രാമത്തിൽ മുഴുവൻ വിതരണം ചെയ്ത രീതിക്ക് അയാൾ അങ്ങനെ സെറ്റായ ഒരു മനുഷ്യനാണ്. അയാൾ അതിനുശേഷം ഇന്ത്യയിലെ പല ഗ്രാമങ്ങളിലും ഈ ₹1 നിരക്കിൽ അല്ലെങ്കിൽ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ പാട് ഉണ്ടാക്കാൻ പാകത്തിനുള്ള മെഷീൻസ് സപ്ലൈ ചെയ്യുന്ന രീതിക്ക് ആ രീതിക്ക് ഒരു എന്റർപ്രണറായി വളർന്നൊരു മനുഷ്യനാണ്. അപ്പോൾ ഞാനും ഇത് ആലോചിച്ചു, സ്ത്രീകൾക്ക് പറ്റിയ ഇതുപോലൊരു സംഗതി, അതായത് അഫോർഡബിൾ എന്നുള്ള ഒരു സംഗതി ഞാൻ ആലോചിച്ച് നോക്കുമ്പോൾ ഇത് ഞാൻ എൻ്റെ ഫ്രണ്ട്സായിട്ട്, അന്ന് എൻ്റെ PGക്ക് കൂടെ ഉണ്ടായിരുന്ന ഫ്രണ്ട്സായിട്ട് ഡിസ്കസ് ചെയ്യുമ്പോൾ അവർ പറഞ്ഞു, നമ്മുടെ നാട്ടിൽ ₹30 അല്ലെങ്കിൽ ₹35 ഒരു പാക്കറ്റ് പാടെന്ന് പറയുന്നത് അത്ര വലിയ കോസ്റ്റ് അല്ല. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന ഒരു സമയത്ത് നമ്മളൊരു ബ്രാൻഡ് അല്ലാത്തൊരു സാധനം ₹7 ₹10 കൊണ്ടുവന്നത് കൊണ്ട് ആരും വാങ്ങിക്കൊള്ളണമെന്നില്ല. പിന്നെ ഇതൊരു ബിസിനസ് മൈൻഡിലേക്ക് ചിന്തിച്ചാൽ ₹10 ഒരു പാക്കറ്റ് പാട് കൊടുക്കുമ്പോൾ എന്തായാലും ₹1-2 രൂപയാണ് മാക്സിമം ഒരു പാക്കറ്റ് വിറ്റാൽ ഒരു ബിസിനസ്മാൻ അല്ലെങ്കിൽ ഒരു ഓൺട്രപ്രണർ എന്നതിലേക്ക് നമുക്ക് കിട്ടുക. അതുകൊണ്ട് മുന്നോട്ട് പോലും പ്രായോഗികമല്ല. അപ്പൊ അങ്ങനെ വന്നപ്പോൾ ഈ പാഡിന് നമുക്ക് എന്ത് മാറ്റാൻ പറ്റിയ, പാടല്ലാതെ എന്ത് എന്നുള്ള ഒരു ഇതെന്നുള്ള രീതിക്ക് അന്ന് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് വരുന്ന ടൈമിലാണ് ഞാൻ ഈ മെൻസ്ട്രൽ കപ്പിനെ പറ്റി അറിയുന്നത്. അന്ന് ഇന്ത്യയില് അതാണ് ഈ ബസ് കെയർ. അതെ, അതാണ് ബസ് കെയറിലേക്കുള്ള തുടക്കം. അവിടെ നിന്നാണ് ഞാൻ കോളേജ് പഠിക്കുന്ന ടൈമിൽ തന്നെയുള്ള ഒരു ഐഡിയ എന്നാണ് ബസ് കെയർ എന്നുള്ള തുടക്കം. അപ്പോൾ മെൻസ്ട്രൽ കപ്പിനെ പറ്റി ഞാൻ അറിഞ്ഞു. ഞാൻ ഈ സാധനം നോക്കുമ്പോൾ ഇന്ത്യയിൽ ഈ സാധനം അവൈലബിൾ അല്ല. ഇന്ത്യയിൽ ഈ സാധനം പ്രൊഡക്ഷനിൽ ഇന്ത്യയിൽ വരുന്നില്ല. അപ്പോൾ ആ സമയത്ത് അലിഎക്സ്പ്രസ്സിൽ, അലിബാബ അലിഎക്സ്പ്രസ് ഒക്കെ അന്ന് ഇന്ത്യയിൽ നമുക്ക് സർവീസ് ഉണ്ട്. അപ്പോൾ ഞാൻ അലിഎക്സ്പ്രസ്സിൽ നിന്ന്, ചൈനയിൽ നിന്ന് ഇതിന്റെ ഈ പ്രൊഡക്റ്റ് ഒരു 10 സാമ്പിൾ ഇറക്കി. അപ്പോൾ ഈ സാധനം, പക്ഷേ ഞാൻ ഈ പറയുന്നൊരു കാലഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെൻസ്ട്രേഷൻ എന്നുള്ള കാര്യം അധികം സംസാരിക്കാൻ പോലും പറ്റാത്തൊരു കാര്യമാണ്. അപ്പൊ ഞാനിങ്ങനെ ഒരു സാധനം ഇറക്കി, ഞാനിത് എൻ്റെ ഫ്രണ്ട്സിന്, എൻ്റെ കൂടെ പഠിക്കുന്നവർ, അന്ന് PG ചെയ്യുന്നവരാണ്, അത്യാവശ്യം ബുദ്ധിക്കും വെട്ടമുണ്ടെന്ന് തോന്നുന്നവരായിട്ടുള്ള പെൺകുട്ടികളോട് ഈ സാധനം പറയുമ്പോൾ ഛേ എന്നുള്ള, മീൻസ് ഇത് നീ ഞങ്ങളുടെ അടുത്താണോ ഇത് സംസാരിക്കുന്നത് എന്നുള്ള രീതിക്കായിരുന്നു അവർ സംസാരിച്ചുകൊണ്ടിരുന്നത്. പിന്നീട് 2015-16 ഒരു പ്രണയം ഉണ്ടായിരുന്നു. ആളോടും ഇത് പറയുമ്പോഴും നടക്കുന്നില്ല. ആ സമയത്ത് വിവാഹിതരായ കൂട്ടുകാരുണ്ട്, ആൺകുട്ടികൾ. അപ്പൊ അവരുടെ അടുത്തിടാ ഇത് വൈഫിന് കൊടുത്തൊന്ന് ട്രൈ ചെയ്യാൻ പറ്റുമോ, ഇതൊരു രീതിക്കും നമുക്കിത് ഉപയോഗിക്കുന്ന ഒരാളുടെ ഒരു ഇത് കിട്ടുന്നില്ല ആ ടൈമില്. ഞാൻ പറയുന്ന കാലം 2015-16. അതെ, കയ്യിൽ സാധനമുണ്ട്, പക്ഷെ ഇത് ഉപയോഗിച്ചൊരു യൂസർ റിവ്യൂ കിട്ടാൻ പോലും നമുക്ക് ഒരു യൂസറെ പോലും നമുക്ക് കണ്ടെത്താൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ ഇത് ഉപയോഗിക്കാൻ താല്പര്യമുള്ള, അല്ലെങ്കിൽ ഇത് ഉപയോഗിച്ച് ഒരു ടെസ്റ്റ് അടിക്കാമെന്ന് പറയുന്ന ഒരാളും ഇല്ല. അപ്പോൾ അതിങ്ങനെ എൻ്റെ ബാഗിൽ എപ്പോഴും ഈ പ്രൊഡക്റ്റ് ഉണ്ട്. ഞാൻ കാണുന്നവരോടൊക്കെ, ഞാനപ്പോൾ ഈ സമയം ഇത് കഴിഞ്ഞ് ഞാൻ PG കഴിഞ്ഞു, ഞാൻ ജോലിക്ക് കയറി, അതിൻ്റെ ഇടയ്ക്കും കാണുന്ന അത്യാവശ്യം ഫിനാൻഷ്യലി സെറ്റായിട്ടുള്ള ഒരു പുതിയ എന്തെങ്കിലും പ്രൊജക്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെന്നുള്ള രീതിക്ക് നമ്മളോട് സംസാരിക്കുന്നവരോടൊക്കെ നമ്മളിത് പറയും. അപ്പം ആർക്കും ധൈര്യമില്ല. ഇൻട്രസ്റ്റഡ് ആയിരിക്കാം, പക്ഷെ ഇത് ഇങ്ങനെ ഒരു സാധനം മാർക്കറ്റിലേക്ക് ഒരു കാറ്റഗറി ആയതുകൊണ്ട്. അപ്പോൾ അതങ്ങനെ എൻ്റെ ബാഗിൽ ഇരിക്കണു. നമ്മള് ജോലിക്ക് പോകണു, കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന ടൈമിലാണ് 2018 പ്രളയം വരുന്നത്. ഈ പ്രളയം വരുന്ന സമയത്താണ് ആണുങ്ങൾ ഏറ്റവും കൂടുതൽ പാഡ് കൈകാര്യം ചെയ്തത്. എന്ന് വെച്ചാൽ ഈ ആളുകളെ ക്യാമ്പുകളിലേക്ക് സപ്ലൈ ചെയ്യാനായിട്ട് FBയിലൊക്കെ അന്ന് പോസ്റ്റ് തന്നെ ഉണ്ടായിരുന്നു. മന്ത്രിമാരുടെയും ഇവരുടെയൊക്കെ പോസ്റ്റുകളുണ്ട്, ഇന്ന ക്യാമ്പിലേക്ക് പാഡ്, സാനിറ്ററി നാപ്കിൻ അത്യാവശ്യമാണ്. അപ്പൊ ആ ടൈമിലാണ് ആണുങ്ങള് ഒരു മറയില്ലാതെ ഈ സാനിറ്ററി നാപ്കിൻസ് യൂസ് ചെയ്ത്, മീൻസ് പർച്ചേസ് ചെയ്ത് തുടങ്ങിയത്. മറ്റൊന്ന് വെച്ച് കഴിഞ്ഞാൽ പൊതിഞ്ഞ് ആരും കാണാതെ ഒളിപ്പിച്ച് കൊണ്ടുവരുന്ന സാധനം ബണ്ടിൽ കണക്കിന്, ബോക്സ് കണക്കിന് വാങ്ങുന്നു, കാറിന്റെ ഡിക്കിൽ നിറക്കുന്നു, ഇതേപോലെ കൊടുക്കുന്നു, അങ്ങനെ. അപ്പൊ ഇതിനോടൊരു എന്താ പറയാ, അതിനോടുള്ള ഒരു മെന്റലി അത് സംസാരിക്കാനുള്ള ബുദ്ധിമുട്ടൊക്കെ ഒന്ന് മാറി, ഒന്ന് ലെവലായി തുടങ്ങി. 2019 വീണ്ടും പ്രളയം വന്നു. 18 പ്രളയം, 19 പ്രളയം. അപ്പൊ ആ ടൈമിൽ ആളുകൾ ഇത് കുറച്ചുകൂടി ഓപ്പൺ ആയി. എവിടെയും ഇത് കൊടുക്കാം, നിങ്ങൾക്ക് സാനിറ്ററി നാപ്കിൻ ആവശ്യമുണ്ടോ എന്ന ക്യാമ്പുകളിൽ ചെന്ന് ഡയറക്റ്റ് സ്ത്രീകളോട് ചോദിക്കുന്ന രീതിയിലേക്ക് ആളുകളുടെ മാനസിക നിലയും സമൂഹത്തിലെ ആ ഒരു ലെവലും മാറി. അപ്പോൾ ആ ടൈമില് ഞാൻ അപ്പോഴും ജോലി ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. ബസ് പിക്ക് ഒരു സൈഡിൽ കൂടെ പോകുന്നുണ്ട്, അതിന്റെ ബിസിനസ് നടക്കുന്നുണ്ട്, നമ്മളുടെ അടുത്ത് അതിന്റെ അത്യാവശ്യം റവന്യൂ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ആ ടൈമിൽ എൻ്റെ ഒരു ഫ്രണ്ട് ഗൾഫ് നിർത്തി, പ്രവാസം നിർത്തി, നാട്ടിൽ സെറ്റിൽ ആവാനുള്ള ഒരു ആലോചനയിൽ എൻ്റെ അടുത്ത് വന്നിട്ട് എന്തെങ്കിലും പുതിയൊരു ഐഡിയ ഉണ്ടോ, പുതിയൊരു പ്രൊഡക്റ്റ് ചെയ്താൽ കൊള്ളാമെന്നുണ്ട്, അല്ലെങ്കിൽ പുതിയ എന്തെങ്കിലും നാട്ടിൽ എന്തെങ്കിലും ചെയ്ത് നാട്ടിൽ കൂടാന്നുള്ള ആരംഭിക്കാനുള്ള പ്ലാൻ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ സ്വാഭാവികമായിട്ടും എൻ്റെ അടുത്ത് ഇതുണ്ട്, ഞാനിത് കാണിച്ചു കൊടുത്തു. അപ്പോൾ ആൾ പറഞ്ഞു
അത്രയും ധൈര്യം എനിക്കില്ല. ഇങ്ങനെ ഒരു product ഈ ഒരു കാറ്റഗറിയിലൂടെ ഇറങ്ങാനുള്ള ധൈര്യം ഇല്ല. ഓക്കെ, അത് പറഞ്ഞ ആൾ പോയി കുറച്ച് കഴിഞ്ഞ് ഞാനിങ്ങനെ ആലോചിക്കുമ്പോൾ ഇപ്പം ഞാൻ ഇത്രയും കൊല്ലം 2014 മുതൽ 18, 19 വരെ ഏതാണ്ട് 5 കൊല്ലത്തോളം ഞാനിത് പലരുടെ അടുത്ത് പറഞ്ഞു, എന്തുകൊണ്ട് എനിക്ക് ചെയ്തുകൂടാ. അതായത് മാർക്കറ്റിങ്ങും സെയിൽസുമായിട്ടുള്ള ഈ ഒരു പ്രൊഡക്റ്റ് എന്തുകൊണ്ട് ലോഞ്ച് ചെയ്തുകൂടാ. അപ്പോൾ ഈ സമയത്ത് ഇന്ത്യയിലെ മറ്റ് പല സ്റ്റേറ്റുകളിലും സാധനം അവൈലബിൾ ആയി തുടങ്ങി. പക്ഷെ കേരള മാർക്കറ്റിൽ കേരള ബേസ്ഡ് ഒരു കമ്പനി ഇല്ല, പ്രൊഡക്റ്റും ഇല്ല, കമ്പനി ഇല്ല. അപ്പോൾ ആ സമയത്ത് ഞാൻ എൻ്റെ പാർട്ട്ണറായിട്ട് സംസാരിക്കുന്നു. അപ്പോൾ ആള് പറഞ്ഞു, നമുക്ക് എന്തുകൊണ്ട് ചെയ്തുകൂടാ, നമുക്ക് ചെയ്തു നോക്കാം, ഒരു പരീക്ഷണം. അപ്പോൾ ഞങ്ങൾ ബസ്പിക്കിന്റെ പാർട്ട്ണർ തലത്ത്. ഓക്കെ, ആള് എന്താ പറയാ, നമ്മളോട് 100% ഓക്കെ, നമ്മൾ എന്ത് തീരുമാനിക്കുന്നു, ഓക്കെ നമുക്ക് തുടങ്ങാം, ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ ഐഡിയ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ 2 ഫ്രണ്ട്സ് കൂടി ഇതിലേക്ക് ജോയിൻ ചെയ്യുന്നു, അലി, അൻവർ. അവർ രണ്ടുപേരും അവരും ഒരു പുതിയ എന്തെങ്കിലും ഒരു പരിപാടി എന്നുള്ള മൈൻഡിൽ നടക്കായിരുന്നു. അപ്പോൾ ഇതൊരു പുതിയ പരിപാടി തന്നെയാണല്ലോ. അപ്പോൾ അവർക്ക് നമ്മൾ ഈ ഐഡിയ പറഞ്ഞപ്പോൾ ഇഷ്ടമായി. നമ്മളപ്പോൾ പിന്നെ മാർക്കറ്റ് സ്റ്റഡി നടത്തി. 2019 തുടക്കത്തിലല്ല, ഈ പ്രളയം കഴിഞ്ഞിട്ട് ഒരു 2ാമത്തെ മാസം, എനിക്കാണ് ജൂലൈ ഓഗസ്റ്റിലോ മറ്റായിരുന്നു പ്രളയം, സെപ്റ്റംബറിലോ മറ്റോ നമ്മളിത് ലോഞ്ച് ചെയ്തു. ലോഞ്ച് ചെയ്യാൻ മീൻസ് സോഫ്റ്റ് ലോഞ്ച് ആണ് ചെയ്തത്. കാരണം പ്രോഡക്ട്സ് നമ്മൾ വരുത്തി, നമ്മളുടെ ഒരു 100ഓളം പല ഏജ് കാറ്റഗറിയിലുള്ള സ്ത്രീകൾക്ക് പ്രോഡക്റ്റ് ഫ്രീ ആയിട്ട് കൊടുത്തു. എന്നിട്ട് ഇത് ഉപയോഗിച്ചിട്ട് അവരുടെ യൂസർ റിവ്യൂ കിട്ടാൻ വേണ്ടി. കാരണം ഇതിനെന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടാവും, എല്ലാ കാര്യങ്ങളും അറിയണമെങ്കിൽ ഇത് ഉപയോഗിച്ചാലേ അറിയാൻ പറ്റും. അപ്പോൾ നമുക്കതൊരു 2019 ലാസ്റ്റ് ആയപ്പോഴേക്കും റിവ്യൂസ് വന്നു തുടങ്ങി. നല്ല റിവ്യൂസ് ആണ് കിട്ടിയത് മൊത്തം. അപ്പോൾ അങ്ങനെ കപ്പ് ഉപയോഗിച്ചവർ എല്ലാവരും പോസിറ്റീവ് റിവ്യൂസ് ആണ് നമുക്ക് തന്നത്. ഇതിന്റെ എന്താ പറയാ, അഡ്വാൻറ്റേജസ് ആണ്. എല്ലാവരും അതിന്റെ കംഫർട്ടിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. ഇതിലേക്ക് വന്നതോടുകൂടി സാനിറ്ററി നാപ്കിൻ എന്നുള്ളത് മറന്ന് അങ്ങനെ ഒരു അതിലേക്ക് തിരിച്ചു പോക്കില്ല എന്നുള്ള തീരുമാനത്തിൽ എത്തിയവരായിരുന്നു എല്ലാവരും തന്നെ. അപ്പോൾ നമ്മൾക്ക് കോൺഫിഡൻസ് കൂടി. നമ്മളൊരു 2020 തുടക്കത്തിൽ നമ്മളിത് ഒഫീഷ്യലി ലോഞ്ച് ചെയ്തു. വെബ്സൈറ്റ് സ്റ്റാർട്ട് ചെയ്ത്, വെബ്സൈറ്റ് വഴി സെയിൽ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ആ സമയത്ത് എനിക്ക് തോന്നുന്നു ആദ്യത്തെ ദിവസങ്ങളിൽ നമ്മൾ വെബ്സൈറ്റ് സ്റ്റാർട്ട് ചെയ്ത് പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്ത ദിവസം നമുക്കൊരു 100+ ഓർഡർ ഉണ്ടായിരുന്നു. സ്റ്റാർട്ടിങ് ടൈമിൽ നമ്മളത് 100ഓളം സോഷ്യൽ മീഡിയ പേജുകൾ വഴിയാണ് സാധനം ലോഞ്ച് ചെയ്യുന്നത്, പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നത്. അതായത് FBയിൽ അത്യാവശ്യം അന്നത്തെ കാലത്ത് FBയിൽ 2020 ടൈമിൽ FBയിൽ അത്യാവശ്യം എഴുതി തെളിഞ്ഞ് നിന്നിരുന്ന എല്ലാവരും നമ്മളുടെ പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യാണെന്നുള്ള രീതിക്ക് ഒരു പോസ്റ്റ് ഇട്ടൊക്കെ നമ്മൾ ഹെൽപ്പ് ചെയ്തിരുന്നു. അപ്പോൾ ആ ദിവസം നമുക്കൊരു 100ഓളം പ്രൊഡക്ട്സിന്റെ ഓർഡർ ഉണ്ടായി. അപ്പോൾ നമ്മളുടെ വിചാരം നമ്മളങ്ങോട്ട് കത്തി കയറുകയാണ്. കാരണം ആദ്യത്തെ ദിവസം തന്നെ 100 ഓർഡർ, ഫസ്റ്റ് ഡേ 100 ഓർഡർ. നമ്മളപ്പോൾ തന്നെ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് പോസ്റ്റർ പോയി. നമുക്ക് 3 ജില്ലകളിൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സായി ആദ്യത്തെ ഒരാഴ്ചക്കുള്ളിൽ. പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്ത ഒരാഴ്ചക്കുള്ളിൽ എറണാകുളം, കോട്ടയം, പിന്നെ തൃശ്ശൂർ, 3 ജില്ലയിൽ നമുക്ക് ഡിസ്ട്രിബ്യൂട്ടേഴ്സായി. അപ്പോൾ നമ്മൾ ഓക്കെ, നമ്മളുടെ പ്രൊഡക്റ്റ് സക്സസ് ആണെന്നുള്ളൊരു ഐഡിയക്ക് വന്നു. പ്രൊഡക്റ്റ് 500 എന്നുള്ള രീതിക്ക് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് പർച്ചേസ് ചെയ്തു. സാധനം അത്യാവശ്യം കുഴപ്പമില്ലാതെ പോകുന്നു. അങ്ങനെ പോയി. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെതായ ജോലിയുണ്ട്. പിന്നെ പാർട്ട്ണർ തലത്ത് എന്ന് പറഞ്ഞ ആളന്ന് ബിടെക് കഴിഞ്ഞ് നിൽക്കുന്ന ടൈമാണ്. അപ്പോൾ അവൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്യാനുള്ള ബിടെക് തീരാണ്. അപ്പോൾ അവൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്യണം. അവൻ പഠിച്ചത് ബിടെക് ആയതുകൊണ്ട് അവന്റെ കരിയർ അതിലേക്ക് പോകണം. അല്ലാതെ അവനൊരു ബിസിനസ്മാൻ എന്നുള്ള മൈൻഡിൽ അറിയണേക്കാളും അതെ, ഒരു എഞ്ചിനീയർ എന്ന് അറിയപ്പെടാൻ ആഗ്രഹം ഉള്ളത് കൊണ്ടും പഠിച്ചത് അതായതുകൊണ്ടും അവൻ അതിലേക്ക് പോകണം. ബാക്കി 2 പേരും, ഒരാള് ക്യാമറാമാനാണ്. അപ്പൊ അവൻ്റെതായ ബിസിനസ് വർക്കുകളുണ്ട്. 4ാമന് അവൻ്റെതായ പരിപാടികളുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മുടെ ഫോക്കസിങ്, അതെ, ഇതെല്ലാവരുടെ ഒരു സെക്കൻഡറി അല്ലെങ്കിൽ ഒരു സൈഡ് എന്നുള്ള രീതിക്കാണ് നമ്മളുടെ ബസ് കെയർ. അപ്പോൾ എന്താ പറയുക, അതിൻ്റെ ശ്രദ്ധ കുറഞ്ഞതുകൊണ്ടാവാം നമ്മൾ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ ഏൽപ്പിച്ചു. നമ്മൾ പിന്നെ സെയിൽസിലേക്ക് വലിയ കാര്യമായിട്ട് ശ്രദ്ധ കൊടുത്തില്ല. അപ്പോൾ ഒരു 2021-22 ഡിസ്ട്രിബ്യൂട്ടേഴ്സൊക്കെ എന്തെങ്കിലും ചെറിയ സെയിൽ എടുത്തുന്നു. നമുക്ക് ഓൺലൈനിൽ നമ്മൾ പിന്നെ മാർക്കറ്റിംഗ് സൈഡേ നോക്കിയിട്ടില്ല. അപ്പോൾ നമുക്ക് നമ്മുടെ ആ ഒരു ആവേശം, ഓക്കെ നമ്മളൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്തു, അത് സെയിൽ നടന്നു, അത്യാവശ്യം സെയിൽ നടന്നു, ഓക്കെ. പിന്നെ നമ്മൾ ശ്രദ്ധിച്ചില്ല. പിന്നെ സോഷ്യൽ മീഡിയ പെട്ടെന്ന് ഏറെ ഹിറ്റായി. ബാക്കി നമ്മൾ തുടങ്ങുമ്പോൾ നമ്മളാണ് കേരളത്തിലെ ഫസ്റ്റ് കമ്പനി. നാഷണൽ കപ്പ് കേരളത്തിലെ ഫസ്റ്റ് കമ്പനി ബസ് കെയർ ലോഞ്ച് ചെയ്തത്. ഇപ്പോൾ കേരളത്തിൽ 20+ കമ്പനികളുണ്ട്. 20+, അതായത് ഒരു 30ന്റെ ചോടെ കമ്പനികൾ കേരള ബേസ്ഡ് നാഷണൽ കപ്പ് കമ്പനികളുണ്ട്, സപ്ലൈ ചെയ്യുന്നവരായിരിക്കും. അപ്പോൾ ആ ടൈമിൽ നമ്മളിതിന്റെ ശ്രദ്ധ കുറഞ്ഞതോടുകൂടി സെയിൽ കുറഞ്ഞെങ്കിലും നമ്മളതിനെ വലിയ കാര്യമായിട്ട്
അതൊരു സൈഡിൽ ഓക്കെ നമ്മുടെ സൈഡാണ് അങ്ങനെ വന്നു. അതിന്റെ കാരണം എന്താണ്? എല്ലാവർക്കും എല്ലാവർക്കും അവരവരുടേതായ പേഴ്സണൽ തിരക്കുകൾ, സ്വാഭാവികമായിട്ടും ഇതിലേക്ക് ശ്രദ്ധ പോയില്ല. ഓക്കെ പിന്നെ ഏറ്റവും ഇതായിട്ട് പറയുകയാണെങ്കിൽ നമുക്കൊരു ഫർണിച്ചർ ഒരു ടീപ്പോയി വിറ്റാൽ കിട്ടുന്ന പ്രോഫിറ്റ് ഇതിൽ കിട്ടണമെങ്കിൽ ഇത് 100 എണ്ണം അല്ലെങ്കിൽ ഇത് 50 എണ്ണം വിൽക്കണം. ഓക്കെ പ്രോഫിറ്റ് റേഷ്യോ. അതെ, പ്രോഫിറ്റ് റേഷ്യോ നോക്കുമ്പോൾ അപ്പോൾ നമ്മൾ ഏറ്റവും ഈസി നമുക്ക് ഒരു പ്രൊഡക്റ്റ് വിൽക്കുന്ന നമ്മുടെ കോൺസെൻട്രേഷൻ അങ്ങോട്ട് മാറി. ഓക്കെ മനസ്സിലായി. അപ്പോൾ ഇതിങ്ങനെ ഇതായി കിടന്നു. പിന്നെ ഇപ്പം നമ്മൾ ലാസ്റ്റ് വീക്ക് ഇവിടെ സിയാലിൽ വെച്ച് നവോദയക്കാരുടെ ഒരു റീയൂണിയൻ ഉണ്ടായിരുന്നു, അവരുടെ ഒരു അലുമിനിയം മീറ്റ്. അവിടെ വെച്ച് നമ്മൾ വീണ്ടും ബസ്കെയർ റീലോഞ്ച് ചെയ്തു. ഇപ്പോൾ അവിടെ അത്യാവശ്യം സെയിൽ ഉണ്ടായിരുന്നു. സിയാലിലെ ഈ നവോദയക്കാർ തന്നെ അത്യാവശ്യം സാധനം പർച്ചേസ് ചെയ്തിട്ടുണ്ട്, അവരുടെ റിവ്യൂസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വീണ്ടും റീലോഞ്ച് ചെയ്ത് ഇപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് വീണ്ടും നമ്മളത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 2 കമ്പനികൾ ഇപ്പോൾ ഒന്ന് ഡൗൺ ആയി വീണ്ടും സ്റ്റാർട്ട് ചെയ്തു, കുഴപ്പമില്ലാതെ പോകുന്നുള്ള പ്രതീക്ഷയിലുണ്ട്. അതെ അതെ. മറ്റേ ഫർണിച്ചറിനാണെങ്കിൽ നോർമലി പൊക്കൊണ്ടിരിക്കുന്ന പോലെ തന്നെ പോകുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഇതിപ്പോൾ ഓൾറെഡി ആ ഒരു ഫ്ലോ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. എന്ത് ഒരു സംരംഭം ആരംഭിക്കുന്നു, അതേപോലെ നല്ല രീതിയിലല്ല എന്തായാലും ഉണ്ടാവും. അപ്പോൾ കുറച്ച് കുഴപ്പമില്ലാണ്ട് പോകുന്നുണ്ട്, ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ എന്തെങ്കിലും തരത്തിൽ കുറെ ഫെയിലറോ അല്ലെങ്കിൽ ഫെയിലർ എന്ന് വെച്ചാൽ ബസ്കെയറിന്റെ തന്നെയാണ്. കാരണം നമ്മൾ ഈ തുടക്കത്തിൽ ഉദ്ദേശിച്ച ഒരു പ്രോഫിറ്റ് അല്ലെ പ്രോഫിറ്റിനേക്കാൾ ഉപരി ഇതിന്റെ സെയില് സപ്ലൈ മാർക്കറ്റിൽ സാധനം വന്നു തുടങ്ങിയപ്പോൾ നമ്മളുടെ ശ്രദ്ധ കുറഞ്ഞ കൂടെ തന്നെ നമ്മൾ ഇതിന് മാർക്കറ്റിംഗ് നമുക്ക് ഒരുപാട് ഫണ്ട് ഉണ്ടായിരുന്നില്ല. മാർക്കറ്റിങ്ങിന് അതായത് ഈ സ്റ്റാർട്ടിങ് ടൈമിൽ നമ്മൾ എന്ത് ചെയ്തു, ചെറുതായിട്ട് മാർക്കറ്റ് ചെയ്തു. അതെ, അതിനുള്ള സെയിൽസ് കിട്ടി. പിന്നെ അതിനുശേഷം എന്തായാലും അതായത് തിരക്ക് കൊണ്ട് മാത്രമാണോ നമ്മൾ തിരക്ക് കൊണ്ട് മാത്രമല്ല, കാരണം നമുക്കത് മാർക്കറ്റ് ചെയ്യുന്ന ഒരു അതായത് ഇത് വാങ്ങേണ്ട ഒരു കാറ്റഗറി ഓഫ് ആളുകളിലേക്ക് ഇതെത്തണം. അല്ലാതെ ഇപ്പൊ ഞാനോ ആഷിക്കോ ഇരുന്നിട്ട് മെസ്റ്റർ കപ്പ് നല്ലതാണെന്ന് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. കാരണം നമ്മളെ കാണുന്നവര് ഇത് യൂസ് ചെയ്യുന്ന ഒരു ഏജ് ഓഫ് ടാർഗറ്റ് ഓഡിയൻസ് അതെ എത്തണം വേണ്ടി നമ്മൾ ആ സമയത്ത് പല ഇൻഫ്ലുവൻസേഴ്സിനെ സമീപിക്കുമ്പോൾ ഒരു വലിയ എമൗണ്ടാണ് പറയാ. ആ സമയത്ത് നമ്മൾക്ക് അങ്ങനെ ഇൻഫ്ലുവൻസേഴ്സിന് കൊടുത്ത് വലിയൊരു എമൗണ്ട് കൊടുത്തിട്ട് ചെയ്യാൻ പറ്റില്ല. അതുപോലെ ഡീറ്റെയിൽ മാർക്കറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ അതിനും മെറ്റക്കാണെങ്കിലും അന്ന് അത്യാവശ്യം നല്ലൊരു ഫണ്ട് അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യണം. അതായത് മാർക്കറ്റിങ്ങിനുള്ള പ്രൈസ് നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റാതെ ആ സമയത്ത്. ഓക്കെ. അതുകൊണ്ടും പിന്നെ വേറൊരു കേസ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ആദ്യത്തെ ഈ പറയുന്ന പോലെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് വാങ്ങുന്നെങ്കിലും അത് ഷോപ്പുകളിൽ നിന്ന് സെയിൽ ആവണം. നമ്മളുടെ ഡയറക്റ്റ് കസ്റ്റമേഴ്സ് ഞാൻ ഈ പറഞ്ഞ പോലെ ഫസ്റ്റ് ഡേ ഒരു 100 നടന്നു, പിന്നെ അത് 15 10 1 അങ്ങനെ അങ്ങ് പോയാലും ആളുകള് ഇതൊരു എപ്പോഴും എന്തോ ഒരു മനസ്സിലാക്കാം വേണ്ട. പക്ഷേ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, അതായത് ഓൾറെഡി ഇപ്പോൾ നിങ്ങൾ തന്നെ പറഞ്ഞു വേറെ കമ്പനികൾ ചെയ്യുന്നുണ്ട്, അതായത് നിങ്ങളെ കോമ്പറ്റീഷൻ ഉണ്ട്. അതെ. അപ്പോൾ നിങ്ങളെ കോമ്പറ്റീഷനെ പറ്റി നിങ്ങൾ എപ്പോഴും പഠിക്കാനോ അല്ലെങ്കിൽ ആ രീതിയിൽ എന്തെങ്കിലും ശ്രമിച്ചിട്ടുണ്ടായിരുന്നു? തീർച്ചയായും. അതായത് ഞങ്ങൾ തുടങ്ങുന്ന സമയത്ത് ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ഒറ്റയ്ക്കായിരുന്നു, നമ്മളാണ് ആദ്യം വന്നത്, നമ്മളാണ് ഈ 20-25 കമ്പനികൾക്ക് വഴിവെട്ടിയത്. ഓക്കെ, മനസ്സിലായി. അപ്പോൾ ആ ഒരു നമുക്ക് എപ്പോഴും പറയും ബസ്കെയറാണ് നമ്മൾ അതൊരു ലെഗസി ആയിട്ട് അല്ലെങ്കിൽ ഒരു ഇതായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു സാധനമാണ്. ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ടെ, അതായത് നിങ്ങളാണ് സ്റ്റാർട്ട് ചെയ്തത്, അപ്പോൾ പിന്നീടാണ് ബാക്കിയുള്ള കമ്പനികളൊക്കെ വന്നത്. അതെ. അപ്പോൾ നമ്മളിപ്പോ നോർമലി ഈ നോക്കിയന്റെ ഒക്കെ പറയുമ്പോ ലെഗസി എന്നൊക്കെ പറഞ്ഞിരുന്നാൽ ഈ സമയത്ത് അതുകൊണ്ടാണ് റീലോഞ്ച് ചെയ്തത്. അപ്പൊ നമുക്കിപ്പോഴും ആ ലെഗസി ഇപ്പോഴും ഉണ്ട്. കാരണം ഇപ്പൊ നോക്കിയാണ് അത് മനസ്സിലായിട്ടുണ്ടായിരുന്നു. അതെ, അത് നമുക്ക് ഇപ്പോഴാണ് മനസ്സിലായി വരുന്നത്. കാരണം മാർക്കറ്റ് ഇതിന് അനുകൂലം, നമ്മൾ ഈ പ്രളയം കഴിഞ്ഞപ്പോൾ അനുകൂലമായെന്ന് വിചാരിച്ചെങ്കിലും നമ്മൾ ഉദ്ദേശിച്ച അത്രയും അനുകൂലമായിരുന്നില്ല. പക്ഷെ ഇപ്പോ ഈ റീൽസ്, സോഷ്യൽ മീഡിയ, എഫ് ബിനേക്കാൾ ഇൻസ്റ്റ, ജെൻസി ആൽഫ എന്ന് പറയുന്ന സംഗതി, ആ ടൈപ്പ് ഞങ്ങളുടെ ജനറേഷൻ ഇപ്പൊ 90s കിഡ്സ് എന്ന് പറയുന്നവർക്ക് ഈ പറയുന്ന സംഗതികളെ പറ്റിയൊക്കെ സംസാരിക്കാൻ ഭയങ്കര ഒരു ബുദ്ധിമുട്ട്, പൊതുവായിട്ട് സംസാരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഓപ്പൺ ആവാൻ. പക്ഷെ അതേസമയം ജെൻസി ഭയങ്കര ഓപ്പൺ ആണ് ഈ കാര്യങ്ങളൊക്കെ. അപ്പോൾ അവർക്ക് ഇത് എന്തോ ഒരു നോർമൽ സംഗതിയാണിത്. ഇത് നോർമലൈസ് ചെയ്യുക എന്നുള്ളത് നമ്മൾക്ക് സാധിക്കാത്തത് അവർക്ക് സാധിക്കുന്നുണ്ട്. അപ്പൊ ഇത് നോർമലൈസ് ചെയ്യുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും നമ്മൾക്ക് കൂടുതൽ ഈസി ആവുകയാണ്. എല്ലാവരും ഇതിനെപ്പറ്റി സംസാരിക്കുന്നു, അപ്പൊ നമുക്കിത് ഈസി ആയിട്ട് ഇപ്പോൾ ആളുകൾക്ക് കൊടുക്കാൻ പറ്റും. അപ്പൊ നമ്മൾ അതുകൊണ്ടാണ് വീണ്ടും റീലോഞ്ച് ചെയ്തത്. അതായത് ഒരു റൈറ്റ് ടൈം ആണ്. അതെ, അന്ന് റൈറ്റ് ടൈം ആണെന്ന് വിചാരിച്ച് ലോഞ്ച് ചെയ്തു. പക്ഷെ അതിനേക്കാൾ ഇപ്പൊ കുറച്ചുകൂടി റൈറ്റ് ടൈം ഇപ്പോഴാണെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, അന്ന് സ്ട്രഗ്ലിംഗ് ടൈം ആയിരുന്നു തോന്നുന്നുണ്ട്. ആ ടൈമിൽ കുറച്ചും കൂടി എന്താ പറയാ, ഈ പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യാനുള്ള ടൈം
നമ്മള് ആയിട്ടുണ്ടായില്ല. നമ്മളാ ലോഞ്ച് ചെയ്തതിന്റെ 2020 കൊറോണ. അപ്പോൾ അങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോൾ നമുക്ക് വേറെ ഒന്നും ചെയ്യാനില്ല. ഓക്കെ, ശരി. കൊറോണ ടൈമിൽ ഡെലിവറി പോലും നടക്കുന്നുണ്ടായിരുന്നില്ല. അപ്പൊ അങ്ങനെയൊക്കെ വന്നപ്പോൾ മൊത്തത്തിലൊന്ന് സ്റ്റോപ്പായി. അങ്ങനെയാണ് അതിന്റെ പ്രശ്നങ്ങളൊക്കെ അവിടെ നിന്നാണ് സ്റ്റാർട്ട് ആവുന്നത്. ഇനി എന്താണ് പ്ലാന്? അതേപോലെ നേരത്തെ പറഞ്ഞല്ലോ ഈ ബിസ്കെയർന്ന്, അതേപോലെ ബസ്പിക്ക് നെക്സ്റ്റ് വേറെ 2 പേര് പറഞ്ഞിട്ടുണ്ട്. അത് ഈ കൊറോണ ടൈമിൽ ഉണ്ടായിരുന്ന ഒരു ഐഡിയ ആണ്. അതായത് കൊറോണ ടൈമിൽ ഞങ്ങള് വെറുതെ ഇരുന്ന സമയത്ത് ഞങ്ങളൊരു 10-12 ഫ്രണ്ട്സ് ഉണ്ട്. ആ ഒരു സർക്കിള്, നാട്ടിലെ കൂട്ടുകാര്. അപ്പൊ ഞങ്ങള് കൊറോണ ടൈമിൽ എല്ലാവരും വെറുതെ ഇരിക്കുന്നു, നമുക്കും ജോലി ഒന്നുമില്ല, എല്ലാവരും ഫ്രീ ആയിരുന്ന സമയത്ത് എന്നാ പിന്നെ നമുക്ക് എന്തെങ്കിലും, ഇഷ്ടം പോലെ സമയം, ഫുൾ ടൈം ഫ്രീ. അപ്പോൾ എന്നാൽ എന്തെങ്കിലും ഫ്രീ ആയിട്ട് എന്തെങ്കിലും ചെയ്യാം എന്നുള്ളൊരു ഐഡിയയിലാണ് കൃഷി എന്നുള്ളൊരു ഐഡിയ മൈൻഡിൽ വരുന്നത്. അപ്പോൾ ഒരു നോർമൽ ഫാമിംഗ് ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിൽ കപ്പ, മരച്ചീനി എന്ന് പറയുന്ന ഐറ്റം ധാരാളമായിട്ട് കൃഷി ചെയ്ത് നല്ല രീതിക്ക് സെയിൽ ഉണ്ടാക്കി, അത് നല്ലൊരു ആ ഒരു ഏരിയയിൽ അതിനുള്ള ഏരിയ ആണ്. അപ്പൊ നമ്മളുടെയും കൃഷിയിൽ ആദ്യത്തെ ഓപ്ഷൻ, കാരണം നിസാര സമയം കൊണ്ട്, അതായത് 6 മാസം മുതൽ 1 വർഷത്തിനുള്ളിൽ വിളവെടുക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് മരച്ചീനി, കപ്പ. അപ്പോൾ ഈ കൊറോണ എത്ര നാൾ നീളുന്നു നമുക്ക് അന്ന് ഒരു ഐഡിയ ഇല്ല. ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചേക്കുന്ന ടൈമാണ്, എന്തെങ്കിലും ചെയ്യാം. അങ്ങനെയാണ് ഈ കപ്പ നടാം. ഏറ്റവും എളുപ്പമുള്ള പണി അതാണ്. അപ്പോൾ ഫ്രണ്ട്സിൽ ഒരാളുടെ തറവാട്ടിലെ സ്ഥലം വെറുതെ എടുക്കാണ്, ഏതാണ്ട് 1 ഏക്കറോളം സ്ഥലം വെറുതെ എടുക്കാണ്. അപ്പൊ നമ്മളിത് ഒരു ഐഡിയ പറയുന്നു, കൂട്ടുകാരെല്ലാവരും ഓക്കെ, ഞങ്ങളെല്ലാവരും ഉണ്ട്, കാരണം എല്ലാവരും വെറുതെ ഇരിക്കുകയാണ്. ഇതൊരു എന്റർടൈൻമെന്റ് ആയിട്ട് എടുത്തു. നേരെ ട്രാക്ടർ വിളിക്കുന്നു, സ്ഥലം ഒഴുകുന്നു, സ്ഥലം റെഡിയാക്കുന്നു, കപ്പ നടും. കപ്പ ഞങ്ങൾ നട്ടു. അപ്പൊ ഇത് 1 ഇയർ കൊറോണയൊക്കെ ഒന്ന് മാറി, നമ്മളെല്ലാവരും ലൈഫ് വീണ്ടും ഒന്ന് റീസെറ്റ് ആയി. വീണ്ടും സെക്കൻഡ് വേവ് കൊറോണ വന്നു. ആ ടൈമില് നമ്മൾ വിളവെടുക്കുന്ന ടൈമായി. അപ്പോൾ ആ സമയത്ത് നല്ല മഴ പെയ്ത് നാട്ടിലെ പാടങ്ങളിലായിരുന്നു, അന്ന് വയലുകളിലായിരുന്നു കപ്പ നട്ടിരുന്നത്. ഞങ്ങൾ നട്ടിരുന്നത് കരഭൂമിയിലായിരുന്നു, പക്ഷെ ബാക്കിയുള്ളവരുടെയൊക്കെ വയലിലായിരുന്നു. ആ സമയത്ത് ആളുകൾ ഇത് വെള്ളം കയറിയ ചീഞ്ഞു പോകുന്ന ഒരു സാധനമാണ് മരച്ചീനി കപ്പ. അപ്പൊ ആ സമയത്ത് ഇത് പറിച്ചിട്ട് ഫ്രീ ആയിട്ട് എല്ലാവർക്കും കൊടുത്തു. നാട്ടിലെ വീടുകളിലൊക്കെ കപ്പ ഫ്രീ ആയിട്ട് കിട്ടി. അപ്പൊ ഞങ്ങളിത് വിളവെടുക്കുന്ന സമയത്ത് കപ്പയ്ക്ക് മാർക്കറ്റിൽ 5 രൂപയായി വില. ഞങ്ങളിത് നടുന്ന സമയത്ത് 30 രൂപയാണ് കപ്പയുടെ കിലോയുടെ വില. ഞങ്ങൾക്കത് 4 ടൺ 5 ടണ്ണോളം കപ്പയുണ്ട് ഞങ്ങളുടെ അടുത്ത്. അപ്പോൾ ഞങ്ങൾ ഈ സാധനം വിൽക്കാൻ ചെല്ലുമ്പോൾ ആർക്കും വേണ്ട, കാരണം എല്ലാവർക്കും ഇത് ഫ്രീ ആയിട്ട് കിട്ടി. പിന്നെ കൊറോണ സെക്കൻഡ് വേവ് ആണ്, സെക്കൻഡ് ലോക്ക്ഡൗൺ ആണ്. ഈ സാധനം മേടിച്ചു വെച്ചാൽ എന്താവും എന്നുള്ളതിനെ പറ്റി ആർക്കും ഒരു ഐഡിയ ഇല്ല. അവസാനം ഇത് എന്ത് ചെയ്യുന്നുള്ള ഒരു ഐഡിയയിൽ അവസാനം ഒരു ചിപ്സ് കമ്പനിക്കാരൻ 5 രൂപയ്ക്ക് കിലോയ്ക്ക് എടുത്തോളാം. ഇത് 30 രൂപ ഉണ്ടായിരുന്ന സമയത്ത് നിന്ന് 5 രൂപയിലേക്ക് മാറി. അങ്ങനെ നല്ലൊരു ലോസ് അതില്. നമ്മളുടെ അധ്വാനം പോയി, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത പൈസ പോയി. പക്ഷെ നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയി. അതായത് എന്തൊക്കെ മേഖലകളിൽ കൈവെക്കാൻ പറ്റുമോ. വെറുതെ ഇരിക്കുന്ന സമയമാണ് നമ്മൾ ടൈമാണ് ഇൻവെസ്റ്റ് ചെയ്തത്, പൈസയേക്കാൾ നമ്മളുടെ ടൈമാണ് ഇൻവെസ്റ്റ് ചെയ്തത്. നമ്മൾക്കത് ലോസ് ആയിരുന്നെങ്കിലും അതൊരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു, രസമുള്ള ഒരു പരിപാടിയായിരുന്നു. പിന്നെ ആ സമയത്ത് തന്നെയാണ് ബസ് പെറ്റ്സ് എന്ന് പറഞ്ഞിട്ട് പെറ്റ്സിന്റെ പരിപാടി. അതായത് എന്താ പറയാ, ഈ പെർഷ്യൻ ക്യാറ്റ്, ഡോഗ്സ്, അതിൽ തന്നെ എന്താ പറയാ, അങ്ങനെയുള്ള പല ഐറ്റംസ്, ബേഡ്സ്. അപ്പൊ ഇത് തുടങ്ങി, ഇതും ഈ പറഞ്ഞ പോലെ ഇതൊക്കെ നമ്മള് ഒരു ആഗ്രഹത്തിന്റെ പുറത്തങ്ങ് തുടങ്ങുക. 2-3 മതി നിർത്തുക, അങ്ങനെ ഒരു മൈൻഡിൽ തുടങ്ങിയ പരിപാടിയാണ് ഈ പെറ്റ്സിന്റെ പരിപാടി. ഈ പെറ്റ്സ് കുറച്ച് മേടിച്ച് ചത്തുപോയി. കാരണം നമുക്കിതിനെ ടിവിയിലും അല്ലെങ്കിൽ ആളുകളുടെ വീട്ടിലും കണ്ടേ അറിയുള്ളൂ. നമ്മളിതിനെ വളർത്തി നമുക്കൊരു ശീലമില്ല. അപ്പൊ ഇതിന് എന്ത് ഫുഡ് കൊടുക്കണം, അല്ലെങ്കിൽ എത്ര നേരം കൊടുക്കണം, അതിനെ പറ്റി ഒരു ധാരണ ഇല്ലാത്തതുകൊണ്ട്. ഓക്കെ, അതായത് 2 ടൈപ്പ്, ടോട്ടലി പറയുകയാണെങ്കിൽ 4 സംരംഭം. അതിൽ 2 കാര്യങ്ങൾ നിങ്ങൾക്ക് ഓൾറെഡി റിലേറ്റ് ചെയ്തൊരു, എന്താ പറയുക, ഓൾറെഡി ഫർണിച്ചറിൻ്റെ ആണെങ്കിൽ ഫർണിച്ചർ ഷോപ്പിൽ ജോലി ചെയ്തിട്ടുണ്ട്. അതേപോലെ രണ്ടാമത്തേതാണെങ്കിൽ എന്തായിരുന്നു, MSW. ഓക്കെ, MSW. അപ്പോൾ അത് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ഹെൽത്ത് ആൻഡ് ഹൈജീൻ്റെ ഇത് തുടങ്ങിയത്. പക്ഷെ അതിനുശേഷം പറഞ്ഞ 2 കാര്യങ്ങളും എന്തല്ല ഒരു ഐഡിയ ഇല്ലാത്ത സംഗതി, ഫാമിലി ബാക്ക്ഗ്രൗണ്ട് കൊണ്ടും തുടങ്ങാന്നുള്ളൊരു രസം മാത്രം, അതായത് അല്ലാതെ അതിനെപ്പറ്റി യാതൊരു ഐഡിയ ഇല്ലായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, അത് നമുക്ക് എന്താ പറയുക, ഒരു തുടങ്ങാൻ പോകുന്ന ഒരു കാര്യത്തിനെ പറ്റി വലിയ ഐഡിയ ഒന്നും ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് അതിനെപ്പറ്റി കുറേ കാലത്തെ എന്താ പറയുക എക്സ്പീരിയൻസോ, അല്ലെങ്കിൽ നമ്മൾ അതിന് കുറേ കാലമായിട്ട് ആഗ്രഹിച്ച് നടക്കുന്ന ഒരു കാര്യം അല്ലെങ്കിൽ തുടങ്ങാതിരിക്കുന്നതല്ലേ നല്ലത്?
അങ്ങനെയും പറയാം. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരാഗ്രഹത്തിന്റെ പുറത്ത് അല്ലെങ്കിൽ ഒരു കൂട്ടായ്മ ഒന്നും ചെയ്യാതിരിക്കുന്നതിനേക്കാൾ നല്ലതാണല്ലോ എന്തെങ്കിലും ചെയ്യുന്നത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ അങ്ങനെ അതായത് നമ്മളിപ്പോ ഇസ്ലാമിൽ ഒരു റൂളുണ്ട്, നമസ്കാരം നിർബന്ധമാക്കപ്പെട്ട കാര്യമാണ്. അതായത് നിങ്ങളെ നിന്ന് നമസ്കരിക്കുക, അതിന് പറ്റില്ലെങ്കിൽ ഇരുന്ന് നമസ്കരിക്കുക, അതിനും പറ്റില്ലെങ്കിൽ കിടന്ന് നമസ്കരിക്കുക, അതിനും പറ്റില്ലെങ്കിൽ കണ്ണുകൊണ്ട് ചലനം കൊണ്ട് നമസ്കാരം നിർവഹിക്കാന്ന് പറയണേ. ഇതിപ്പോ നമ്മൾക്ക് വെറുതെ ഇരിക്കുന്ന ഒരു സമയം വെറുതെ ഇരിക്കാൻ പറ്റില്ല നമുക്ക്. നമ്മളൊരു 10-12 ആണ് കുട്ടികൾ. അതെ, എങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും? വേറെ നമ്മളുടെ ഡ്യൂട്ടി അല്ലെങ്കിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി, നമ്മൾ പഠിച്ച കാര്യങ്ങളൊന്നും ആ സമയത്ത് ചെയ്യാനൊന്നും ഇല്ല. കാരണം ലോകം സ്റ്റക്കാണ്. ആ സമയത്ത് ചെയ്യാനുള്ളത് ഇതുപോലെ എന്തെങ്കിലുമാണ്. ഇത് നമുക്ക് അറിയില്ല. നമ്മളുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് നോക്കുകയാണെങ്കിൽ ഫാദർ ഫാർമറാണ്, കൃഷിക്കാരനാണ്. ഓക്കെ. അപ്പൊ നമ്മൾ ആ സമയത്ത് നമ്മളെ പറമ്പിൽ ഇറക്കില്ല. മനസ്സിലായി. പക്ഷെ ഞാനിത് പറയാനുള്ള കാരണം എന്ന് വെച്ചാല്, അതായത് ഒരുപാട് പേര് എന്താ പറയാ, ഒരു അറിവില്ലാത്ത മേഖലയിലോട്ട് എൻ്റർ ചെയ്തിട്ട് ഫെയിൽ ആയിട്ടുണ്ട്. അപ്പൊ ഇതിപ്പോ നിങ്ങൾക്ക് ടൈമുണ്ട്, വലിയ കോസ്റ്റ് ആയിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ വരുന്ന ലോസ് എന്ത് ചെയ്യാം, അതായത് മാനേജ് ചെയ്യാൻ പറ്റും. നമ്മൾ പിന്നെ ഇതിനെ എന്താ പറയാ, ഒരു സ്റ്റാർട്ടപ്പ് അല്ലെങ്കിൽ ഒരു പരിപാടി എന്നതിനേക്കാളും ഒരു രസം, ഒരു കൂട്ടുകാർ കൂടിയുള്ള ഒരു രസം, അങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് എന്തില്ല, അതിനൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ ഞാൻ ചോദിച്ചത് നോർമലി നമ്മള് അങ്ങനെ അല്ല. പിന്നെ വേറൊരു കാര്യം ഉണ്ടായിരുന്നു നമ്മളതിനെ പറ്റി. അതായത് നമ്മളിത് ഈ പറയുന്ന പരിപാടി എന്താ പറയാ, ഒരു വൈഡ് സ്കെയിലിൽ ചെയ്യണം എന്നൊക്കെയുള്ള ഒരു ആഗ്രഹത്തിലാണ് നമ്മളിത് സ്റ്റാർട്ട് ചെയ്ത്. അതിന്റെ ഒരു സംഗതി അത്യാവശ്യം ഒരു 2-3 മാസം കഴിഞ്ഞപ്പോൾ നമുക്ക് ഇതിനെ പറ്റി നമ്മളുടെ അടുത്ത് ആളുകൾ ഇങ്ങോട്ട് ചോദിച്ചു തുടങ്ങിയടാ, ഞങ്ങളുടെ സ്ഥലത്ത് മണി കൃഷി ചെയ്തോട്ടോ. കാരണം നമ്മളിത് അന്ന് വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇടുക, FB പോസ്റ്റ് ഇടുക, കാര്യങ്ങൾ അന്നും ഉണ്ട്. അപ്പൊ ഇത് കാണുമ്പോൾ എന്താ പരിപാടി, കപ്പാറുന്നു എവിടെ, ഇന്ന സ്ഥലത്ത് എന്തോരം, 1 ഏക്കർ, ആഹാ എന്നാ എന്റെ സ്ഥലം വെറുതെ കിടക്കുന്നുണ്ട്, വേണമെങ്കിൽ ചെയ്തോട്ടോ. അപ്പൊ ആളുകള് ഇവന്മാരെന്തോ ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു തോന്നലൊന്നും ഉണ്ടാക്കാൻ നമുക്ക് പറ്റിയിരുന്നു. നമ്മളതില് ഫ്രണ്ട്സിന്റെ 2-3 ചെറിയ സ്ഥലങ്ങളെടുത്ത് കൂർക്ക, പപ്പായ ഇതൊക്കെ നട്ടു. പക്ഷെ ഈ കൊറോണ വേവ് അങ്ങ് കഴിഞ്ഞ് എല്ലാവരും അവരവരുടെ വഴിയിലേക്ക് തിരക്കിലായി പോയപ്പോ പിന്നെ ഇതിലൊന്നും ശ്രദ്ധിക്കാൻ പോയില്ല. പപ്പായ തൈ നട്ടിട്ട് പിന്നെ പപ്പായ പറിക്കാനാണ് ആ തോട്ടത്തിലേക്ക് നമ്മൾ ചെല്ലുന്നത്. അപ്പോ ആർക്കും ടൈമില്ല. ഓക്കെ. അതേപോലെ നമ്മളിപ്പോൾ ഒരു സ്റ്റാർട്ടപ്പ് അല്ലെങ്കിൽ ഒരു സംരംഭം തുടങ്ങുകയാണെങ്കിൽ 2 കാരണങ്ങളുണ്ട്. ഒന്ന്, നമ്മളൊരു ആവശ്യം തിരിച്ചറിയും. സ്റ്റാർട്ടപ്പിൻ്റെയൊക്കെ കേസിൽ കൂടുതൽ അങ്ങനെയാണ്. അല്ലെങ്കിൽ നമ്മളൊരു ഓപ്പർച്യൂണിറ്റി കണ്ടെത്തും. ഓപ്പർച്യൂണിറ്റി കണ്ടെത്തുക എന്ന് വെച്ചാൽ ഒരു സ്ഥലം അല്ലെങ്കിൽ ഒരു ഏരിയ, പ്രത്യേക ഏരിയയിൽ ഒരു ഷോപ്പ് അല്ലെങ്കിൽ ഒരു സ്ഥാപനം തുടങ്ങിയാൽ നമുക്ക് കുറച്ചും കൂടി എന്താ പറയുക റീച്ച് കിട്ടും എന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ അത് ഒരു ഓപ്പർച്യൂണിറ്റി കണ്ടെത്തലാണല്ലോ. അപ്പോൾ 2 രീതിയിൽ നമുക്ക് തുടങ്ങാൻ പറ്റും. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഫസ്റ്റിലത്തത് എന്താ പറയുക, ഈ ഹൈജീൻ ബ്രാൻഡിൻ്റെ ആവശ്യം കണ്ടിട്ടാണോ അല്ലെങ്കിൽ അതായത് അവസരവും ആവശ്യവും നമ്മൾ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ഈ ഹൈജീൻ ബ്രാൻഡില് ആവശ്യം എന്നുള്ളത് തന്നെയാണ്. കാരണം അതായത് ഇങ്ങനൊരു പ്രൊഡക്റ്റ് മേ ബി സമൂഹത്തിന് ആവശ്യമാണ്. അതായത് സമൂഹത്തിന് ആവശ്യമുള്ള, നിർബന്ധമായിട്ടും ആവശ്യമുള്ള ഒരു സാധനം തന്നെയാണ്. കാരണം ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു തിരിച്ചുപോക്കില്ല എന്നുള്ള രീതിക്ക് അവർക്ക് അത്ര കംഫർട്ട് ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റ് ആണത്. അതേപോലെ ഓപ്പർച്യൂണിറ്റി ആണ് ബസ്പിക്കിന്റെ. കാരണം എന്താ വെച്ചാൽ അന്ന് ഓൺലൈനിൽ ഫർണിച്ചർ പ്ലാറ്റ്ഫോംസ് ഒന്നും ഇല്ല. അപ്പോൾ അത് രണ്ടും നമ്മൾ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ഇതില് ആവശ്യം എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ അതിലോട്ട് ഇറങ്ങുകയാണെങ്കിൽ കുറച്ചും കൂടി സ്ട്രഗിൾ കൂടുതലായിരിക്കും. അതായത് നമ്മളൊരു പുതിയ പ്രോഡക്റ്റ് ആയിരിക്കും മിക്കവാറും ലോഞ്ച് ചെയ്യേണ്ടി വരിക, അല്ലെങ്കിൽ ആൾക്കാർക്ക് ഇതിനെപ്പറ്റി നല്ല രീതിയിൽ മനസ്സിലാക്കി കൊടുക്കേണ്ടി വരും. പക്ഷേ നമ്മൾ ഒരു ഓപ്പർച്യൂണിറ്റി കണ്ടെത്തുന്ന ടൈപ്പ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അവിടെ കാണുന്നത് കസ്റ്റമറിനെയാണ്. അതായത് ഇത്ര കസ്റ്റമേഴ്സ് നമുക്ക് ഉണ്ടാവും എന്നുള്ളൊരു വിശ്വാസത്തിലാണ് നമ്മൾ ഇറങ്ങുന്നത്. അപ്പൊ അത് കുറച്ചും കൂടി നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ കുറച്ചും കൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലോസ് ഇല്ലാതെ അല്ലെങ്കിൽ കുറച്ചും കൂടി പ്രോഫിറ്റ്, അതൊക്കെ നമുക്ക് ആദ്യമേ ഒന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. പക്ഷെ ഫസ്റ്റിലത്തെ കേസിൽ അങ്ങനെ പറ്റത്തില്ല. അങ്ങനെ ഓപ്പർച്യൂണിറ്റി കണ്ടെത്തിയിട്ട് മാത്രം അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഓപ്പർച്യൂണിറ്റിയുടെ ഞാൻ പറഞ്ഞില്ലേ, ഫർണിച്ചറിന്റെ തന്നെയാണ് ഓപ്പർച്യൂണിറ്റിയുടെ. അതായത് കസ്റ്റമേഴ്സിനെ കിട്ടും. കാരണം ഞാൻ വരുന്നത് നെല്ലിക്കുഴി എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ്. നെല്ലിക്കുഴി എന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ ഫർണിച്ചർ ഗ്രാമമാണ്. അവിടെ 300+ ഷോപ്പുകൾ, അതായത് ഒരു 3-4 കിലോമീറ്ററിന്റെ അകത്ത് 300ഓളം ഫർണിച്ചർ ഷോപ്പുകൾ ഉള്ളൊരു സ്ഥലമാണ്. ഒരു 2000-ലധികം ഫർണിച്ചർ വർക്ക്ഷോപ്പുകളും ഈ ഒരു പഞ്ചായത്തിന്റെ അകത്ത് അല്ലെങ്കിൽ അതിന്റെ തൊട്ടടുത്ത പഞ്ചായത്തുകളുടെ അകത്തായിട്ട് വരുന്നുണ്ട്. അതായത് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ എക്സ്പോർട്ടിങ്, ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിലേക്ക്, രാജ്യത്തിനപ്പുറത്തേക്കൊക്കെ ഫർണിച്ചർ കയറി പോകുന്ന ഒരു ഗ്രാമമാണ് നെല്ലിക്കുഴി. അപ്പൊ ആ ഒരു ചുറ്റുവട്ടത്ത്
ജീവിച്ച് വളർന്ന് ജീവിച്ച ഒരു മനുഷ്യനായതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഫർണിച്ചർ എന്ന് പറയുന്ന സാധനത്തിന്റെ ഓപ്പർച്യൂണിറ്റി അത് വേൾഡ് വൈഡ് ആണെന്ന് നമുക്കറിയാം. പക്ഷെ അത്രയും അറിയുന്ന ആളായിരിക്കും. അത്രയും മാനുഫാക്ചറിങ് ആൻഡ് റീറ്റെയിൽ ഷോപ്പുകളുള്ള സ്ഥലത്തും അന്ന് ഓൺലൈനിൽ ഒരു സംരംഭമില്ല. ഓക്കെ. അപ്പോൾ നമ്മൾ ഓൺലൈനിലൊരു ഇത് നമ്മൾ കണ്ടെടുത്തു. ഇപ്പൊ ഒരുപാട് പേര് ഓൺലൈനിൽ കേരള ബേസ്ഡ് തന്നെ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ ഓപ്പർച്യൂണിറ്റി കണ്ടിട്ടാണ് ഫർണിച്ചറിന്റെ മേഖലയിലോട്ട് ഇറങ്ങിയത്. അതേപോലെ വിസ്കറിന്റെ ആണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ആവശ്യം ഓപ്പർച്യൂണിറ്റി രണ്ടും കണ്ടിട്ടാണ് ഇറങ്ങിയത്. അതേപോലെ ഞാൻ വേറൊരു കാര്യം ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത്, അതായത് നമ്മൾ ഈ ബിസിനസ്സുകാരല്ല ഒരുപാട് പേരെ സ്റ്റോറി കാണാറുണ്ട്. ഈ 10 രൂപ കൊണ്ട് നാട് വിട്ടിട്ട് കോടികൾ ടേൺ ഓവർ ഉണ്ടായി, അല്ലെങ്കിൽ ആ രീതിയിലൊക്കെ ഒരുപാട് സ്റ്റോറികൾ കാണാറുണ്ട്. അപ്പോൾ ഒരുപാട് കാലമായിട്ട് ബിസിനസ്സിൽ ഉണ്ടല്ലോ. അപ്പോൾ ഈ 10 രൂപ കൊണ്ട് നമ്മളൊരു കാര്യം, എന്താ പറയുക, നമ്മൾ ഒരു സ്ഥലത്ത് പോയി നമ്മൾ അതുകൊണ്ട് മാത്രമാണോ രക്ഷപ്പെടുന്നത്, അല്ലെങ്കിൽ നമുക്ക് ഒരു കാര്യം തുടങ്ങാനുള്ളൊരു ഫസ്റ്റ് സ്റ്റേജായിട്ട് വേണമെങ്കിൽ അത് കാണാം. അല്ലാതെ നമ്മൾ എന്താ പറയുക, ഈ 10 രൂപ കൊണ്ട് ഒരു സ്ഥലത്ത് പോയിട്ട് അതുകൊണ്ട് നമ്മൾ പടിപടിയായിട്ട് വരുന്നത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അങ്ങനെ അതില് അതെല്ലാവരുടെയും അങ്ങനെ ഉണ്ടാവില്ലല്ലോ. അതൊരു എന്താ 1000 പേരെടുത്താൽ ഒരാളെന്നൊക്കെ പറയുന്ന പോലെ ആയിരിക്കും. അതൊരു ലക്ക് എന്നുള്ളതാവുള്ളൂ. നമ്മള് പണിയെടുത്താൽ റിസൾട്ട് ഉണ്ടാവും. ഓക്കെ. അല്ലാതെ 10 രൂപ കൊണ്ട് അയാള് 10 രൂപ കൊണ്ട് നാട് വിട്ട് കോടീശ്വരനായി തിരിച്ചു വന്നു എന്നാൽ ഞാനും ഒരു 10 രൂപ കൊണ്ട് നാട് വിട്ടേക്കാം എന്ന് കരുതിയാൽ നടക്കില്ല. ഞാൻ ആ 10 രൂപ തീരുമ്പോൾ തിരിച്ചു വരിക, അല്ലെങ്കിൽ അടുത്ത 10 രൂപ ഉണ്ടാക്കാൻ നോക്കുക എന്നുള്ളത് മാത്രമേ നടക്കുന്നുള്ളൂ. പക്ഷേ അതൊരു എന്താ പറയാ, ഒരു തുടക്കമായിരിക്കാം. ചിലപ്പോ അതെ ഈ 10 രൂപ വെച്ചുള്ള അവസരങ്ങളുണ്ട്. കാരണം 150 കോടി ജനങ്ങളുള്ള ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോ അത്രയും ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഒരു രാജ്യമാണ്. നമുക്ക് ചിലപ്പോൾ ഈ 10 രൂപ വെച്ച് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമായിരിക്കാം. പക്ഷെ ആ 10 രൂപ വെച്ച് ചെയ്യാൻ പറ്റുമല്ലോ എന്ന് കരുതി നാടുവിടാതിരിക്കുക എന്നുള്ളത് തന്നെയാണ്. എല്ലാ സമയത്തും 10 രൂപ വെച്ച് നാടുവിട്ട് രക്ഷപ്പെടുക്കൊള്ളണമെന്നില്ല. ഭാഗ്യം കണക്കില്ല. അതേപോലെ ഈ ഫെയിലിയേഴ്സിന്റെ ലൈഫ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഇവരൊക്കെ ചിലപ്പോൾ പറയുന്ന കാര്യം എനിക്ക് ഭാഗ്യമില്ലെന്ന് പറയും. അതേപോലെ സക്സസ് ആയ ആൾക്കാർ ഈ ഭാഗ്യത്തിനെ മെൻഷൻ ചെയ്യാറില്ല. അപ്പോൾ ഈ സക്സസ്സിൽ ഭാഗ്യത്തിന്റെ എലമെന്റ് ഉണ്ട്. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും അങ്ങനെ തോന്നി? വളരെ ചെറുതായിട്ടുള്ള എന്തെങ്കിലും ഭാഗ്യമല്ല, ശരിക്കും നമ്മൾ വർക്ക് ചെയ്യുന്നതിനുള്ള റിസൾട്ട് നമുക്ക് വരാം. അല്ലാതെ എന്തെങ്കിലും ഭാഗ്യം തുണയ്ക്കുമെന്ന് കരുതി നമ്മൾ വെറുതെ ഇരുന്നുകൊണ്ട് കാര്യമില്ലല്ലോ. നമ്മൾ ഇറങ്ങുക, നമ്മൾ പണിയെടുക്കുക, ബാക്കിയുള്ളത് വന്നു ചേരുക എന്നുള്ളതാണ്. മേ ബി ചിലപ്പോൾ ഭാഗ്യം കൊണ്ട് ഭാഗ്യത്തിന് നമ്മള് ഒരു 1% എന്നൊക്കെ ഉള്ള രീതിയിൽ തന്നെ കണ്ടാൽ മതി. അല്ലെങ്കിൽ എല്ലാവരും ചുരുക്കം ചിലരെ ലൈഫിൽ മാത്രമേ എഫക്ട് ചെയ്യാൻ പറ്റും. ബാക്കിയുള്ള നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ഭാഗ്യം തുറന്ന സാധനം തീരെ ഇല്ലാത്തൊരു, അത് അങ്ങനെ എല്ലാവരും ഭാഗ്യം തുണയ്ക്കുമായിരുന്നെങ്കിൽ ഇപ്പൊ ഇവിടെ എന്താ പറയാ, എല്ലാവരും ഈ പറഞ്ഞ എല്ലാവരും സമ്പന്നരും എല്ലാവരും ഹൈ ലെവൽ ആളുകളെ കൊണ്ട് നിറഞ്ഞേനെ. മനസ്സിലായി. അപ്പോൾ ഞാൻ അങ്ങനെ പറയാൻ കാരണം വെച്ചാൽ ഇതിൽ ഞാനിപ്പോൾ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പറാണ്, അതേപോലെ ഒരു IT കമ്പനിയുടെ ഫൗണ്ടറാണ്. ഞാൻ ഈ ഫീൽഡിലോട്ട് എത്താൻ വേണ്ടിയിട്ട് കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ട്. കുറേ കാലം മുന്നേ ഞാൻ ഇതിലോട്ട് ഇറങ്ങിയതാണ്. അതായത് കുറേ കാലം മുന്നേ ഇതിൽ ഇറങ്ങി അതിനുശേഷം കുറേ വർക്കൗട്ട് ചെയ്തിട്ടാണ് ഈ ഒരു ലെവലിലോട്ട് എത്തിയെന്ന് പറയുമ്പോൾ വലിയ ലെവലിലോട്ടൊന്നും എത്തിയിട്ടില്ല, എന്നാലും എത്താൻ പറ്റും. പക്ഷേ ചിലരെ നമുക്ക് കാണാൻ പറ്റും, അതായത് ഒരു ഫീൽഡിലോട്ട് ഇറങ്ങി അവിടുന്ന് എന്ത് ചെയ്യുന്നു, ഒരു എന്താ പറയുക, ഒരു ത്രെട്ട് കിട്ടി അതിനുശേഷം പടിപടിയായിട്ട് വരുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ പോഡ്കാസ്റ്റിൽ നമ്മൾ പറഞ്ഞു വെച്ചാൽ ചിലർക്ക് ഒരു ഫീൽഡിൽ എത്തിയാലായിരിക്കും ചിലപ്പോൾ അവർക്ക് മനസ്സിലാവും അത് പാഷനായിരുന്നു എന്ന്, അല്ലെങ്കിൽ ആ ഫീൽഡിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇതായിരുന്നു എൻ്റെ പാഷൻ, അല്ലെങ്കിൽ ഇതായിരുന്നു എനിക്ക് വേണ്ടതെന്നുള്ള മനസ്സിലാണ്. അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? അതായത് ഈ ഫർണിച്ചർ ബ്രാൻഡിൽ ഇറങ്ങിയതിന് ശേഷം തോന്നിയതാണോ ഈ നേരത്തെ പറഞ്ഞ ഈ ഓൺലൈൻ ഫർണിച്ചർ ഷോപ്പും, അല്ലെങ്കിൽ മുൻപേ നിങ്ങൾ ഇപ്പൊ പറഞ്ഞ പോലെ ഗ്രാമത്തിൽ ജനിച്ചുകൊണ്ട് മാത്രമാണോ? അല്ലെങ്കിൽ അല്ല, എനിക്ക് തോന്നുന്നു ഫർണിച്ചർ ഫീൽഡിലോ സെയിൽസിലോ വർക്ക് ചെയ്തുകൊണ്ടാണ് എനിക്ക് അങ്ങനെ കൂടുതൽ അങ്ങനെ ഒരു തോട്ട് വന്നത്. ഞാൻ ഡിഗ്രി ചെയ്യുന്ന സമയത്ത് പാർട്ട് ടൈം ആയിട്ടൊരു തുണിക്കടയിൽ നിൽക്കുന്നുണ്ടായിരുന്നു, മീൻസ് ഒരു ടെക്സ്റ്റൈൽസിൽ. ആ സമയത്ത് എൻ്റെ സ്വപ്നം എന്ന് പറഞ്ഞാൽ ഒരു 25 ഏജ് ഒക്കെ ആകുമ്പോഴത്തേക്കും ആ നാട്ടിൽ എനിക്കൊരു തുണിക്കട ഉണ്ടാവുക എന്നുള്ളതായിരുന്നു എൻ്റെ സ്വപ്നം. കാരണം നമ്മളെ മാറും തോറും, നമ്മളുടെ എഡ്യൂക്കേഷൻ കൂടുന്തോറും, അല്ലെങ്കിൽ നമ്മൾ കൂടുതൽ ആളുകളെ കാണും തോറും നമ്മളുടെ കാഴ്ചപ്പാട് മാറും. അപ്പോൾ നമ്മൾ കൂടുതൽ ലോകം കാണുമ്പോൾ കൂടുതൽ അവസരങ്ങൾ ഉണ്ടെന്ന് മനസ്സിലാവും. അപ്പൊ ഞാൻ ഈ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ ഒരു തുണിക്കടയിൽ നിന്ന് ഒരാൾക്ക് തുണിക്കട തുടങ്ങണം എന്നുള്ള ആഗ്രഹത്തിൽ നിന്ന് PGക്ക് പഠിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ പറയുന്ന
മെസ്റ്റർ കപ്പിന്റെ ഒരു സാധ്യത മനസ്സിലാകുന്നു. ഓക്കെ ഫർണിച്ചർ ഫീൽഡിൽ വർക്ക് ചെയ്തുകൊണ്ട് ഫർണിച്ചറിന് ഇത്രയും വലിയ സാധ്യത ഉണ്ടെന്ന് അത് മനസ്സിലാക്കുന്നു. ചിന്താഗതികൾ മാറിക്കൊണ്ടേയിരിക്കും. ഓക്കെ അത് കുറച്ച് എന്താ പറയാ വൈഡ് ആയിട്ടുള്ള ചിന്താഗതിയിലേക്ക് ആവുക എന്നുള്ളതാണ്. അതായത് നിലവിലിപ്പോൾ 2 ബ്രാൻഡാണ് കുഴപ്പമില്ലാതെ തരക്കടിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ രണ്ടും നല്ല രീതിയിൽ മുന്നോട്ട് പോകണം എന്നുള്ളൊരു ഇതുണ്ടാവും, എന്തായാലും ഉണ്ടാവും. അപ്പോൾ എന്തായിരിക്കും ഇതിൻ്റെ ഒരു ഫ്യൂച്ചർ ഉദ്ദേശിക്കുന്നത്? അതായത് ഇപ്പോൾ ഫർണിച്ചർ ഷോപ്പിൻ്റെ ആണെങ്കിൽ സ്റ്റോർ, ഓൺലൈൻ സ്റ്റോറിൻ്റെ നോക്കാം. അപ്പോൾ അത് ഏത് തരത്തിലായിരിക്കും അതിൻ്റെ ഫ്യൂച്ചർ പ്ലാൻ? അങ്ങനെ എന്തെങ്കിലും കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടോ? അല്ലെങ്കിൽ അത് നിലവിലിപ്പോൾ ഓൺലൈനിൽ തന്നെയാണ് നോക്കുന്നത്. ഫ്യൂച്ചറിൽ ചിലപ്പോൾ ഓഫ്ലൈനിൽ ഡിസ്പ്ലേ ഷോറൂം വന്നേക്കാം. അതേപോലെ നമ്മൾ ഇന്റീരിയർ ഡിസൈനേഴ്സായിട്ട് കൊളാബറേറ്റ് ചെയ്ത് വർക്ക് എടുക്കുന്നുണ്ട്. ഓക്കെ മനസ്സിലായി. പിന്നെ ഈ ഓൺലൈനിൽ തന്നെ, അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ സോഫ ഓൺലൈനിൽ തന്നെ നിങ്ങൾക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ AI വെച്ചിട്ടുള്ള കസ്റ്റമൈസേഷൻ, ഓക്കെ അത് വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് നിങ്ങളുടെ സോഫ എങ്ങനെ, അതിന്റെ ഹാൻഡിൽ എങ്ങനെ വേണം, അതിന്റെ ബാക്ക് എങ്ങനെ വേണം, അതിന്റെ ക്ലോത്ത് ഏത് കളർ ആവണം, ഓക്കെ അതിന്റെ സീറ്റിങ്ങിന്റെ കംഫർട്ട് എങ്ങനെ ആവണം ഓക്കെ പോലുള്ള പരിപാടികൾ നിങ്ങൾക്ക് നിങ്ങളുടെ സോഫ, നിങ്ങളുടെ ഫർണിച്ചർ, സോഫ എന്നല്ല നിങ്ങളുടെ ഫർണിച്ചർ നിങ്ങൾക്ക് ഓൺലൈനിൽ നിങ്ങൾ ഡിസൈൻ ചെയ്യാം. ഡിസൈൻ ചെയ്ത് ആ ഡിസൈനനുസരിച്ച് നമ്മൾ സോഫ അല്ലെങ്കിൽ മീൻസ് ഫർണിച്ചർ ഡെവലപ്പ് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ സൈറ്റിൽ ഡെലിവറി ചെയ്യുന്ന രീതിക്കുള്ള ഒരു പ്ലാൻ ഇപ്പം നിലവിലെ ബാക്ക് എൻഡിൽ നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഫ്യൂച്ചറിൽ അത് ചിലപ്പോൾ ഫ്യൂച്ചർ അങ്ങനെയായിരിക്കും. അങ്ങനെയായിരിക്കും. അപ്പോൾ ഓക്കെ അങ്ങനെ ആയിക്കോട്ടെ. അതേപോലെ ഈ ഈ ബെസ്കെയർ എന്ന് പറയുന്നത് ഹെൽത്ത് ആൻഡ് ഹൈജീൻ ആണ്. അതെ, അപ്പോൾ അതിൽ ഒരു പ്രൊഡക്റ്റ് മാത്രമാണ് നിലവിൽ ഒരു പ്രൊഡക്റ്റ് ഉള്ളൂ. എനിക്ക് തോന്നുന്നു അതും ഈ സംരംഭം അധികം മുന്നോട്ട് പോവാതെ അല്ലെങ്കിൽ ഒരു സ്റ്റെക്കായി നിൽക്കുന്ന പോലുള്ളൊരു ഇത് ഈ ഒറ്റ പ്രൊഡക്റ്റ് ആയതുകൊണ്ടാണ്. ഓക്കെ നമ്മൾ ഇതിന് പറ്റുന്ന വേറെ പ്രൊഡക്ട്സ് പലതും ആലോചനയിലുണ്ട്. ആലോചനയിലുണ്ട്. അതിൽ സ്റ്റാൻഡ് ആൻഡ് ബി പോലുള്ള ഐറ്റംസ് ഓക്കെ അത് നിലവിൽ ഇങ്ങനെ ഡെവലപ്മെന്റ് സ്റ്റേജിലാണ്. ചിലപ്പോൾ അത് അധികം വൈകാതെ നമുക്ക് പുതിയൊരു പ്രൊഡക്റ്റ് ആയിട്ട് ലോഞ്ച് ചെയ്യാൻ പറ്റുമായിരിക്കും. ഒരു കുറച്ചധികം പ്രൊഡക്ട്സ് ഉണ്ടെങ്കിലാണ് ഈ ഒരു ബ്രാൻഡിന് വിസിബിലിറ്റി കൂടും. ഷുവറായിട്ടും. മറ്റേ ഈ ഒരൊറ്റ പ്രൊഡക്റ്റിൽ നമ്മൾ സ്റ്റെക്കായി നിൽക്കുന്നത് കൊണ്ട് നമുക്ക് വിസിബിലിറ്റി കുറവാണ്. ഓക്കെ അങ്ങനെ ഒരു പരിപാടിയുണ്ട്. അതായത് ഇതിനിടയിൽ എപ്പോഴെങ്കിലും എന്തെങ്കിലും കാര്യം ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വന്നിട്ടുണ്ടോ? അതായത് ഒരു കാര്യം ചെയ്യാൻ ഉദ്ദേശിച്ചിട്ട് അത് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വന്നു, അതിനുശേഷം കുറേ കാലത്തിന് ശേഷം അത് നന്നായിരുന്നു എന്നുള്ളൊരു തോന്നൽ എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ട്? അങ്ങനെ ജസ്റ്റ് ഒരു ക്യൂരിയോസിറ്റിന്റെ ചോദ്യമാണ്. അങ്ങനെ ഇപ്പൊ പെട്ടെന്ന് അങ്ങനെ ഒരു സാധനം ഓർമ്മ വരുന്നില്ല. ഞാൻ ഇടയ്ക്ക് എന്തെങ്കിലും ഓർത്ത് വന്നാ പറയാം. അതേപോലെ നിങ്ങളിപ്പോൾ ഈ ഒരു ബ്രാൻഡ് നല്ല രീതിയിൽ കൊണ്ടുപോകുന്നുണ്ട്, കുഴപ്പമില്ലാത്ത രീതിയിൽ കൊണ്ടുപോകുന്നുണ്ട്. ഇതിന് മുൻപ് എപ്പോഴെങ്കിലും ഇതും കൂടി ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ നന്നായെന്ന് തോന്നിയിട്ടുണ്ടോ? ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയാം. ഞാൻ 2020 കണ്ടന്റ് ക്രിയേറ്റർ ആവണം എന്ന് ആഗ്രഹിച്ച ഒരാളായിരുന്നു. അത് കോവിഡിൻ്റെ ടൈമിൽ. അന്ന് എന്തൊക്കെയോ അസൗകര്യങ്ങൾ കാരണം ഞാനത് വൈൻഡ് അപ്പ് ചെയ്തു. പക്ഷേ എനിക്ക് തോന്നുന്ന റീസെൻ്റ്ലി 1 ഇയർ അല്ലെങ്കിൽ 2 ഇയർ മുൻപാണ് എനിക്കത് അന്ന് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിരുന്നു എന്ന് എനിക്ക് തോന്നിയത്. അപ്പോൾ അതേപോലെ എന്തെങ്കിലും ലൈഫിൽ ഉണ്ടായിട്ടുണ്ടോ? അത് ഞാൻ എപ്പോഴും കൂട്ടുകാരുടെ അടുത്ത് പറയുന്നതാണ്. കാരണം കൊറോണ വന്ന സമയത്ത് നമ്മൾ കപ്പ നടുന്നതിന് പകരം നമ്മൾ വീഡിയോ വ്ളോഗിങ് തുടങ്ങുകയായിരുന്നെങ്കിൽ, നമ്മൾ ആ കപ്പ നടുന്നതെങ്കിലും വ്ളോഗ് ചെയ്തിരുന്നെങ്കിൽ ചിലപ്പോൾ ഇപ്പം നമ്മൾ കണ്ടന്റ് ക്രിയേറ്റേഴ്സും ഇൻഫ്ലുവൻസേഴ്സും ആയി മാറിയേനെ. ഒന്നുമില്ല, നമ്മളെ ബ്രാൻഡെങ്കിലും പ്രൊമോട്ട് ചെയ്യായിരുന്നു. അപ്പോൾ അന്ന് അങ്ങനെ ചെയ്യാനുള്ള അതിനുള്ളൊരു ധൈര്യം പോയില്ല, അതിനൊരു ചിന്ത പോയില്ല. എല്ലാവരും അവസ്ഥ അതെ. പക്ഷെ എനിക്കന്ന് ഉണ്ടായിരുന്നു. കാരണം ഞാനത് ടെക് ബേസ്ഡ് ആയിരുന്നു. ഇൻഫ്ലുവൻസർ എന്നുള്ളതല്ല, ഒരു ട്യൂട്ടോറിയൽ ചാനൽ പോലെ തുടങ്ങാനായിരുന്നു. അപ്പോൾ ആ രീതിക്ക് ചോദിച്ചാണ്. അതുപോലെ സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗിൽ വർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, ഒരുപാട് കാലമായിട്ട് വർക്ക്. ഒരു പ്രൊഡക്റ്റ് അത് ഏറ്റവും നന്നായിട്ട് കസ്റ്റമർക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന അതിൻ്റെ ഫൗണ്ടർ, അതായത് ഇത് ഡിസൈൻ ചെയ്ത് രൂപകൽപ്പന ചെയ്ത് ഇതിൻ്റെ മാർക്കറ്റ് മനസ്സിലാക്കിയ ഫൗണ്ടർ ഒന്നൊരാൾ, അതേപോലെ ഇത് മാർക്കറ്റ് ചെയ്യുന്ന ആൾ, ഇത് കസ്റ്റമർക്ക് ഈസി ആയിട്ട് എന്താണ് പ്രൊഡക്റ്റ് എന്നുള്ള മനസ്സിലാക്കി കൊടുക്കുന്ന ഒരാളാണ് മാർക്കറ്റിംഗ് ചെയ്യുന്നത്. അതേപോലെ ഇത് കസ്റ്റമറെ എന്ത് ചെയ്യുക, അതായത് കൺവിൻസ് ചെയ്തിട്ട് ഇത് വാങ്ങിപ്പിക്കാൻ പറ്റുന്ന ഒരാളാണ് സെയിൽസ്മാൻ. ഇതിൽ 3 പേർക്ക് ഏറ്റവും നന്നായിട്ട് പ്രൊഡക്റ്റിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നത് ആർക്കായിരിക്കും? എനിക്ക് തോന്നുന്നു മാർക്കറ്റിങ്ങിലും സെയിൽസിലും ഉള്ളവർക്കായിരിക്കും. മീൻസ് ഫൗണ്ടർക്ക് ഒരു ബേസിക് ഐഡിയ, അല്ലെങ്കിൽ ഫൗണ്ടർക്ക് ഇതിനെപ്പറ്റി മൊത്തം അറിയായിരിക്കും. കാരണം അയാളുടെ പ്രൊഡക്റ്റിനെ പറ്റിയല്ല, ഫൗണ്ടർക്ക് ചിലപ്പോൾ കമ്പനിയുടെ ഫൗണ്ടർക്ക് ക്ലിയർ പിക്ചർ കമ്പനീനെ പറ്റി ഉണ്ടാവും. ഈ സാധനം ഒരു ആളെ പറഞ്ഞു മനസ്സിലാക്കിക്കുക എന്നുള്ളത് മാർക്കറ്റ് ചെയ്യുന്ന ആളുടെ കഴിവാണ്. ഇത് വാങ്ങിപ്പിക്കാനുള്ള പണി സെയിൽസ്മാൻ എടുക്കണം. അപ്പൊ ഈ മാർക്കറ്റിങ്ങിലുള്ള ആളും സെയിൽസും രണ്ടാളും ശ്രദ്ധിച്ച് അല്ലെങ്കിൽ പണിയെടുത്താൽ മാത്രമാണ് ഈ പ്രൊഡക്റ്റ് സെല്ലാവുള്ളൂ. ഫൗണ്ടർക്ക് അയാളുടേതായ കാഴ്ചപ്പാട്, കസ്റ്റമറെ പെർസ്പെക്റ്റീവിൽ നോക്കുകയാണെങ്കിൽ
ഈ പ്രൊഡക്റ്റിനെ പറ്റി നന്നായിട്ട് മനസ്സിലാക്കി തരാൻ പറ്റുന്ന ഒരാള് സെയിൽസ്മാൻ ആയിരിക്കാം. കാരണം സെയിൽസ്മാൻ ആയിരിക്കുമല്ലോ ഡയറക്റ്റ് ആയിട്ട് കസ്റ്റമറെ അതായത് കൺവിൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു കൺവിൻസ് ചെയ്യണമെങ്കിൽ പ്രൊഡക്റ്റിനെ പറ്റി എന്തായാലും അതെ നോളജ് വേണം ഷുവറായിട്ടും അങ്ങനെ വേണ്ടി. ഇനി പ്രൊഡക്റ്റ് നോളജ് ഇല്ലാത്ത സെയിൽസ്മാൻമാർക്കും സാധനം വിൽക്കാൻ പറ്റുന്നുണ്ട്. കാരണം കസ്റ്റമർക്ക് അതിനെപ്പറ്റി നോളജ് ഇല്ലെങ്കിൽ സെയിൽസ്മാൻ പറയുന്നത് അട്ടർ ഫ്ലോപ്പ് ആയാലും എന്താണെങ്കിലും, ഇപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ പില്ലോ ഇതിന് ഉപയോഗിച്ചിരിക്കുന്ന ക്ലോത്ത് ഭയങ്കര ഇമ്പോർട്ടൻറ്റ് ക്ലോത്ത് ആണ്. ചിലപ്പോൾ ഇതിവിടെ ലോക്കൽ ഷോപ്പിൽ നിന്ന് മേടിച്ച ക്ലോത്ത് ആയിരിക്കും. ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്തിരിക്കുന്നത് റെക്രോൺ എന്ന് പറയുന്ന മെറ്റീരിയൽ ആണ്. ചിലപ്പോൾ ഇതിൻ്റെ അകത്ത് ഫോം ആയിരിക്കും ഉണ്ടാവുക. പക്ഷേ കസ്റ്റമർക്ക് ഈ സാധനം ഞാൻ പറയുന്നതാണ് അറിയാവുള്ളൂ. അപ്പോൾ കസ്റ്റമർ എന്നെ ബ്ലൈൻഡ് ആയിട്ട് വിശ്വസിച്ചും സാധനം വാങ്ങിയേക്കാം. അപ്പോൾ സെയിൽസിൽ നിൽക്കുന്ന ആൾക്ക് ഒരാളെ കൺവിൻസ് ചെയ്യാന്നുള്ളതാണ് എൻ്റെ. നിങ്ങൾ കൺവിൻസ്ഡ് ആവുന്നുണ്ടോ, നിങ്ങൾ ഇത് വാങ്ങുന്നുണ്ടോ? സെയിൽസ്മാൻ എന്ന നിലയ്ക്ക് ഞാൻ വിജയിച്ചു. ഞാൻ പറയുന്നത് ചിലപ്പോൾ എന്താ പറയാ പ്രൊഡക്റ്റിനെ പറ്റിയുള്ള സംഗതികൾ നുണയായിരിക്കാം, അല്ലെങ്കിൽ എനിക്കറിവില്ലാത്തത് കൊണ്ട് എൻ്റെ വായിൽ നേരം വന്നതായിരിക്കും ഞാൻ പറയാം. പക്ഷെ വിൽക്കാൻ നിങ്ങളെ കൺവിൻസ് ചെയ്യാൻ എനിക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ ഞാനൊരു നല്ല സെയിൽസ്മാനാണ്. നല്ല സെയിൽസ്മാനാണ്. പക്ഷെ ഞാൻ തന്നിരിക്കുന്ന പ്രൊഡക്റ്റ് നല്ലതാണോ അല്ലയോ എന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങളൊരു നല്ല പ്രൊഫഷണൽ ആണ്. അതെ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മാർക്കറ്റിംഗ് ചെയ്യുന്ന ആൾക്കാരെ കഴിവെന്ന് വെച്ചാൽ എന്തായിരിക്കും? അതായത് ഒരു പ്രൊഡക്റ്റിന് ആൾക്കാരെ ശ്രദ്ധ പിടിച്ചിട്ട് ആളുകളെ, അതായത് നമ്മളുടെ അടുത്ത് ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് ഉണ്ട്, ഈ പ്രൊഡക്റ്റിന്റെ ഗുണഗണങ്ങൾ ഇതൊക്കെയാണ്, അതായത് അറ്റൻഷൻ എന്തൊക്കെ മാർഗങ്ങളുണ്ടോ അതെല്ലാം ഒരു മാർക്കറ്റിംഗ് ചെയ്യുന്ന ആള് അതെല്ലാം ശ്രദ്ധിച്ച് അങ്ങനെ ചെയ്താൽ മാത്രമാണ് ഈ പ്രൊഡക്റ്റ് മറ്റുള്ളവർക്ക് എത്തുള്ളൂ. ഇത് മറ്റുള്ളവർക്ക് എത്തിയാലാണ് ഇത് ചോദിച്ച് ഇതിനൊരു എൻക്വയറി വരുള്ളൂ. ഈ എൻക്വയറി വന്നാലാണ് സെയിൽ നടക്കുള്ളൂ. ഷുവറായിട്ടും. അപ്പം എല്ലാം ഒരു പാർട്ടാണ്. അതേപോലെ ഇത് പ്രൊഡക്റ്റ് കണ്ടെത്തുന്നത് ഫൗണ്ടറാണ്. അപ്പോൾ ഒരു ബിസിനസിന്റെ നെടുന്തൂണ് എന്നൊക്കെ പറയാം. ഈ 3 പേര് ഉണ്ടെങ്കിലാണ് നല്ല പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യണം, പ്രോപ്പറായിട്ട് അവരുടെ ചിന്തകൾ പോകണം. ഓക്കെ, മനസ്സിലായി. ഒരു റൈറ്ററാണല്ലോ, ഒരു ബുക്ക് എഴുതിയിട്ടുണ്ട് എന്നുള്ളൂ. റൈറ്ററിന് ഞാൻ എന്നെ തന്നെ വിമൽ കുമാർ വിളിക്കണമെന്ന് പറയുന്ന പോലെ ഞാനും അങ്ങനെ തന്നെയാണ്. ഞാനൊരു ബുക്ക് ചെറുതായിട്ടൊന്ന് സെറ്റാക്കിയിട്ടുണ്ട്. ഞാനും റൈറ്റർ എന്ന് ഒരിക്കലും പറയില്ല. കാരണം നമ്മളെ എഴുത്തും പിന്നെ ഒരു യഥാർത്ഥ എഴുത്തുകാരൻ്റെ എഴുത്തും നല്ല വ്യത്യാസം ഉണ്ടാവും. തീർച്ചയായും. അപ്പൊ നമ്മളൊരു ചെറിയൊരു ആഗ്രഹത്തിന്റെ പുറത്ത്. എന്താണ് അതിന്റെ സ്റ്റാറ്റസ് ഇപ്പോൾ? അത് ഓൺലൈനിൽ അത്യാവശ്യം കുഴപ്പമില്ലാതെ സെയിൽ ആവുന്നുണ്ട്. അതിന്റെ അത് ജസ്റ്റ് എന്താ പറയാ, വെറും കഥകളാണ്. നമ്മള് പണ്ട് മനോരമ മംഗളം വീക്കിലികളിൽ വായിച്ച് ശീലിച്ച കഥകൾ എന്ന് പറയാവുന്ന 10-12 കഥകളുടെ ഒരു സമാഹാരം. അല്ലാതെ ആ പുസ്തകത്തിൽ വലിയ സാഹിത്യ ഭംഗിയോ ഒന്നും ഉള്ള ഒരു സാധനമല്ല. നോർമൽ ദൈനംദിന ജീവിതത്തിൽ സംസാരിക്കുന്ന രീതിക്കോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കഥ, ഒരു ഭാഷാ ശൈലി യൂസ് ചെയ്തുകൊണ്ടുള്ള ഒരു സാധാരണ പുസ്തകം അത്രേ ഉള്ളൂ. അല്ലാതെ ഞാൻ സാഹിത്യമാണെന്നൊന്നും ഒരിക്കലും അവകാശപ്പെടുന്നതോ അല്ലെങ്കിൽ ഞാൻ ഒരിക്കലും അങ്ങനെ എഴുതിയ പുസ്തകത്തെ പ്രൊമോട്ട് ചെയ്യുന്നോ. ഒരു ആഗ്രഹത്തിന്റെ പുറത്ത് ഒരു പുസ്തകം എഴുതണമെന്ന് തോന്നി എഴുതി, അത്രേ ഉള്ളൂ. അല്ല, ഞാനും എഴുതിയിട്ടുണ്ട്. പക്ഷേ അത് ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു ഓട്ടോബയോഗ്രഫി പോലെയാണ് ഞാൻ എഴുതിയത്. അപ്പൊ ഈ പുസ്തകം ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ എന്താണ് ഇതിന്റെ കഥകൾ അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഒരു ആഗ്രഹത്തിന്റെ പുറത്താണ് പുസ്തകം എഴുതിയത്. തീർച്ചയായും. ഓക്കെ, അത് കുഴപ്പമില്ലാതെ തിരക്കടില്ലാണ്ട് പോകുന്നു പ്രതീക്ഷിക്കാം. ഓക്കെ, ഈ എഴുത്തുകളോട് നമ്മൾ നേരത്തെ പറഞ്ഞു, ഫേസ്ബുക്കിലുള്ള കണ്ടന്റിന്റെ ഇതൊക്കെ പറഞ്ഞു. അതേപോലെ ഈ നമുക്ക് വീഡിയോസിലൂടെയാണോ, ജസ്റ്റ് ഒരു ഇതിന് ചോദിക്കുകയാണ്. നമുക്കത് പൂർണ്ണമായിട്ട് എനിക്കും പറയാൻ പറ്റില്ല, നിങ്ങൾക്ക് പറയാൻ പറ്റില്ല എന്നറിയാം. ഈ ആൾക്കാർക്ക് കൂടുതലായിട്ട് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുന്നത് എഴുത്തിലാണോ അല്ലെങ്കിൽ വീഡിയോ വഴിയാണോ? അതായത് എനിക്ക് തോന്നുന്നു കാറ്റഗറി അനുസരിച്ചിട്ടായിരിക്കും. കാറ്റഗറി അനുസരിച്ച് എന്നതിനേക്കാളും ഇപ്പൊ എല്ലാം വിഷ്വലി ആണല്ലോ. അപ്പോൾ വീഡിയോ ആണെങ്കിൽ ഈസിയാണ്. കാരണം വായിക്കുക എന്നുള്ളത് നമുക്ക് കുറച്ചധികം സമയം എടുക്കുന്ന പ്രോസസ്സാണ്. ഇത് വായിച്ച് നമ്മുടെ എന്താ പറയാ ബ്രെയിനിലേക്ക് എത്തണം, അത് വീണ്ടും പ്രോസസ്സ് എല്ലാവർക്കും അത് പോസിബിൾ അല്ല. എല്ലാവർക്കും വായിക്കണം എന്ന് ഇഷ്ടമുള്ളവരായിരിക്കില്ല. അതേസമയം വീഡിയോ കാണുക എന്നുള്ളത്, ഇപ്പൊ സിനിമയാണെങ്കിലും വീഡിയോസ് ആണെങ്കിലും എന്താണെങ്കിലും കാണുക എന്നുള്ളത് മനുഷ്യനെ ഒരു ആകർഷണമുള്ള ഒരു പരിപാടി. അത് മാത്രമല്ല ഇവരെ ഒന്നും കൂടി ചിന്തിപ്പിക്കുക. അതെ, പെട്ടെന്ന്. അതേപോലെ ഇതിപ്പോ ഒരു ഫുൾ പാരഗ്രാഫ് നമ്മൾ വായിക്കുന്നതും അതൊരു സീനായിട്ടോ എന്തെങ്കിലും ആയിട്ട് കാണുന്നതും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. ആ കാണുന്ന സാധനം നമ്മുടെ ഉള്ളിൽ നിൽക്കും, വായിക്കുന്നത് നിൽക്കാൻ കുറച്ച് പാടാണ്. അല്ലെങ്കിൽ വായിക്കണം അത്രയും നമ്മളെ ടച്ച് ചെയ്യണം. ഞാൻ വേറൊരു കാര്യം കൂടി പറയട്ടെ. അതായത് ഈ വായിച്ചിട്ട് കാര്യങ്ങൾ ഗ്രഹിച്ചെടുക്കണമെങ്കിൽ കുറച്ചും കൂടി ആൾക്കാരെ കോൺസെൻട്രേഷൻ വേണം. ആളെ ക്യാരക്ടറും കുറച്ചും കൂടി ഹൈ പ്രൊഫൈൽ ആയിരിക്കണം എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അതായത് ഈ നോർമലി നമ്മളൊരു വീഡിയോയിൽ കൂടെ ഒരാൾക്ക് ഒരു കാര്യം പരിചയപ്പെടുത്തി കൊടുക്കുമ്പോൾ
അത് നമുക്ക് സിമ്പിളായിട്ട് പരിചയപ്പെടുത്തി കൊടുക്കാൻ പറ്റും. തീർച്ചയായും. അത് എല്ലാവർക്കും മനസ്സിലാവുകയും ചെയ്യും. അതെ. പക്ഷെ ഒരു എഴുത്തിലൂടെ ഒരാൾക്ക് മനസ്സിലാക്കി കൊടുക്കണമെങ്കിൽ ആ മനസ്സിലാക്കി കൊടുക്കുന്ന ആൾക്കാർക്കും കുറച്ചും കൂടി ആയിരിക്കണം, ഒരു നോളജ് വേണമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഞാനിത് പറയാൻ കാരണം ഈ നിങ്ങളെ ഫീൽഡിൽ, അതായത് സോഫ്റ്റ്വെയർ ഫീൽഡിൽ ഒരു പൊതുവെ പറഞ്ഞു തരുന്നൊരു കാര്യമുണ്ട്, ഡോക്യുമെന്റ് വായിച്ചിട്ട് കോഡ് എഴുതുക എന്ന് പറയും. അതായത് നമ്മൾ രണ്ട് രീതിയിൽ കോഡ് ചെയ്തു. ഒന്ന്, നമ്മളൊരു ഫ്രെയിംവർക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പുതിയ ടെക്നോളജി യൂസ് ചെയ്യണമെങ്കിൽ അതിൻ്റെ ഡോക്യുമെന്റ് ഉണ്ടാവും. അപ്പോൾ ആ ഡോക്യുമെന്റ് റീഡ് ചെയ്തിട്ട് കോഡ് ചെയ്യാൻ പറ്റും. ഇനി അതല്ലെങ്കിൽ നമുക്ക് യൂട്യൂബിൽ വീഡിയോസ് ഉണ്ടാവും ഇതിൻ്റെയൊക്കെ. യൂട്യൂബിൽ വീഡിയോസ് കണ്ടിട്ട് കോഡ് ചെയ്യാൻ പറ്റും. യൂട്യൂബിൽ വീഡിയോസ് കണ്ട് കോഡ് ചെയ്യാൻ ഈസിയാണ്, കാരണം അതിൻ്റെ വിഷ്വൽസ് കറക്റ്റ് ആയിട്ടുള്ളതുകൊണ്ട് നമുക്ക് അതേപോലെ പകർത്തി എഴുതാൻ പറ്റും. പക്ഷെ ഡോക്യുമെന്റ് വായിച്ചിട്ട് കോഡ് ചെയ്തതെന്ന് വെച്ചാൽ എല്ലാവർക്കും പോസിബിൾ അല്ല. അപ്പോൾ അത് പണ്ട് മുതൽ കോഡിങ് അങ്ങനെയായിരുന്നു ചെയ്തത്. പക്ഷെ ഇപ്പം കൂടുതലും എന്താ പറയുക, ഈ വിഷ്വൽസ് നോക്കിയിട്ടാണ് ചെയ്യുന്നത്. ഇപ്പം ChatGPT കുറച്ച് മാറിയിട്ടുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. അപ്പോൾ അങ്ങനെ ആൾക്കാരുടെ ഒരു കാറ്റഗറി അനുസരിച്ചിട്ടാണ് എനിക്ക് തോന്നുന്നത് ഈ കണ്ടന്റ് ആൾക്കാർക്ക് മനസ്സിലാക്കാനുള്ളൊരു ഇത്. ഈ പോഡ്കാസ്റ്റ് തുടങ്ങുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ കുറേ കാര്യങ്ങൾ സംസാരിക്കണമൊക്കെ തോന്നും. പക്ഷേ നമുക്ക് എന്ത് ചെയ്യില്ല, ഈ ടൈമും അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് സംസാരിച്ചിട്ട് കാര്യമാണ്. പേഴ്സണൽ ലൈഫിലോട്ടൊന്നും ഞാൻ അധികം പോകുന്നില്ല. ഞാൻ പറഞ്ഞ അതായത് നമ്മൾ മെയിൻലി ഉദ്ദേശിക്കുന്നത് ഒരു ബിസിനസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു പ്രൊഫഷനോ എന്തെങ്കിലും ചെയ്യുന്ന ആൾക്കാർ ഒരു ജേണി ഉണ്ടാവില്ല. അതായത് അതിൽ ഒരു എന്താ പറയുക, ഡൗൺ ഉണ്ടാവും, ഒരു അപ്പ് ഉണ്ടാവും. അപ്പോൾ അതിലുള്ള കുറച്ച് കാര്യങ്ങൾ ഒരുപാട് പേർക്ക് ചിലപ്പോൾ റിലേറ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ എന്താ പറയുക, ഒരുപാട് പേർക്ക് അത് വലിയൊരു അറിവായിരിക്കാം. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഒരുപാട് പേരുന്ന് അറിഞ്ഞ് അത് നമ്മളെ ഓഡിയൻസിലോട്ട് എത്തിക്കാന്നുള്ളൊരു രീതിയിലാണ് ഞാൻ ഈ പോഡ്കാസ്റ്റ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങളെ ലൈഫിലെ കുറച്ച് കാര്യങ്ങളൊക്കെ അങ്ങനെ അറിയാൻ പറ്റി. അതേപോലെ ഒരുപാട് കാര്യങ്ങൾ ഇനിയും ഉണ്ടാവും എന്നറിയാം, പക്ഷെ അതിലോട്ടൊന്നും നമുക്ക് പോകാൻ പറ്റില്ല. താങ്ക് യു ഫോർ കമ്മിങ് ദിസ് പോഡ്കാസ്റ്റ്. സോ അപ്പോൾ എന്തായാലും ഒരുപാട് വിഷൻസ് പറഞ്ഞിട്ടുണ്ട്, വലിയ നിലയിലെത്താൻ ഒരു വലിയൊരു വിഷനും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതായത് ബ്രാൻഡിനെ പറ്റിയാണെങ്കിലും പേഴ്സണൽ ലൈഫിലാണെങ്കിലും അതൊക്കെ എത്തട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ സംരംഭം പറയുന്ന കോഡിങ്ങിന്റെ ബിസിനസ് മറ്റേ എല്ലാം നല്ല രീതിക്ക് എത്തട്ടെ എന്ന് ഞാനും ആശംസിക്കുന്നു.